ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്ത ലഹു. മഹബ്ബത്തില്ലാത്ത ഒരാൾക്ക് ഈമാന് തെബിരിയത്തിന്റെ ലാ കൊണ്ട് നിഷേധിക്കുക എന്നാണ് നമ്മളെ ഇതിൽ പറയാം അല്ലേ. തെബിരിയത്തിന്റെ ലാ എന്ന് പറഞ്ഞാൽ ആ ഈമാനിന്റെ ഒരു ബാബേ ഇല്ല, അങ്ങനെ പരിപാടിയെ പിന്നെ ഇല്ല മഹബ്ബത്തില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ആദ്യം ഈമാൻ സ്ഥിരപ്പെടണം അവിടെ. കാരണം ഈമാൻ എന്നത് ഒരു മെയിൻ മാറ്ററാണ്, അതിൻ്റെ അഡീഷണൽ മാറ്ററാണ് മഹബ്ബത്ത്. ഈമാനിലേക്കുള്ള ഒരു വഴിയാണ് മഹബ്ബത്ത്. അപ്പോൾ ആദ്യം ഈമാൻ സ്ഥിരപ്പെടണ്ടേ. ഈമാനിന്റെ അനിവാര്യത എങ്ങനെയാ പറയാ? ആദ്യം ഈമാൻ എന്താന്ന് പറയാല്ലേ? വിശ്വാസം. വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ 6 കാര്യങ്ങളിലുള്ള വിശ്വാസത്തെ പറയലായിരിക്കും സൗകര്യം അല്ലേ. 6 ഈമാൻ കാര്യങ്ങൾ. ഈ 6 ഈമാൻ കാര്യങ്ങളും ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാനായി മാറും. വിശ്വാസം എന്നതൊരു അനിവാര്യതയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ഒരു പിടുത്തം, ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം. ഞാൻ ഉദാഹരിച്ച് പറയാറുള്ളത് ഇങ്ങനെയാണ്. ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മളെ നാട്ടിലൊരു മനുഷ്യൻ, അത് സമ്പന്നനാണ്, യഥേഷ്ടം മക്കളുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ അതുപോലെ ഇഷ്ടം പോലെ പണിക്കാരുണ്ട്, സമ്പാദ്യമുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, ആരോഗ്യം എല്ലാം ഉണ്ട്. അയാള് ഒരു വിഷയത്തിൽ മാത്രം അയാൾക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയാം? അയാളുടെ ഉമ്മ ആരാണ്, ബാപ്പ ആരാണെന്ന് അറിയില്ല. അങ്ങനെ സംഭവിക്കുമോ? നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. എന്തോ ഒരു ഫ്ലഡോ അങ്ങനെ എന്തോന്നുണ്ടായപ്പോൾ അതിൽ ഒലിച്ചു വന്നതോ അല്ലെങ്കിൽ അങ്ങനെ വന്നതാണ് കുട്ടിക്കാലത്ത്. അയാൾക്കും അറിയില്ല, അയാളെ പരിചയമുള്ള ആൾക്കും അറിയില്ല ആരാണ് ഉമ്മ, ആരാ ബാപ്പ എന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഉണ്ടാകാമല്ലോ. ഇതെല്ലാം ഉള്ളൊരു മനുഷ്യന് അയാൾ ഒരു സ്വസ്ഥായിരുന്നാൽ അയാൾ അലട്ടുന്ന വിഷയം എന്തായിരിക്കും? ഇല്ലേ? ആയിരിക്കൂലേ? എന്താ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇത്രയും ഉഷാറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്തിനാ ഒരു ഉമ്മയും ബാപ്പേൻ്റെ ആവശ്യം, ഒരു മാതാവ് പിതാവിൻ്റെ ആവശ്യം എന്താ? അതൊരു മനുഷ്യന്റെ നേച്ചറാണ്. ഒരു മനുഷ്യന്റെ നേച്ചറാണത് അല്ലേ? ആ നേച്ചർ നമ്മൾ മനസ്സിലാകുന്നില്ലേ? ഏതായാലും നേച്ചറാണ്, നമുക്കൊരു അനിവാര്യതയാണ്. എൻ്റെ ആരായിരിക്കും, അതൊരു ഭയങ്കര വിഷയമായിരിക്കും. ആരെങ്കിലും ഒരാൾ അയാൾക്ക് തെളിയിച്ചു കൊടുക്കുകയോ അയാൾക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുമെങ്കിൽ അയാൾ അതിനു വേണ്ടി എന്തും ചെലവഴിക്കാൻ സന്നദ്ധമായിരിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. ഇത് നമുക്ക് അംഗീകരിക്കാമെങ്കിൽ അവിടെ സ്ഥിരപ്പെടുന്നൊരു മാറ്ററാണ്. ഇത്രയും അടിപൊളിയാണ് മനുഷ്യന്റെ ലൈഫ്. മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ലൈഫ് മനസ്സിലാകണമെങ്കിൽ ഇത്രയും ചെറിയൊരു ജീവിയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ. പക്ഷേ ഈ പ്രപഞ്ചത്തിനൊരർത്ഥം വരണമെങ്കിൽ മനുഷ്യൻ ചേരണം. ഈ പ്രപഞ്ചത്തിനൊരർത്ഥം ചേരണമെങ്കിൽ മനുഷ്യൻ ചേരണം, ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരർത്ഥമില്ല. അങ്ങനെയാണ് അള്ളാഹു പ്രപഞ്ചത്തെ സെറ്റ് ചെയ്തത്. ഇന്നാ അറൽനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹ വഹമലഹൽ ഇൻസാൻ. ഈ പർവ്വതം, ഭൂമിക്ക് ഇതിനൊന്നും ഏറ്റെടുക്കാൻ വകുപ്പില്ലാത്ത അത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഉത്തരവാദിത്വം, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഏക ജീവിയാണ് മനുഷ്യൻ. അപ്പൊ പ്രപഞ്ചത്തിനൊരു മീനിങ് വരണമെങ്കിൽ അവിടെ അനിവാര്യമായും കൂടെ ഉണ്ടാകേണ്ട ഒരു സാധനമാണ്. അങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹു പ്രപഞ്ചത്തോട് ചേർത്ത് വെച്ചത്. എങ്കിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ മനുഷ്യന്റെ ലൈഫ് അതൊരു സംഭവം തന്നെ. നമുക്ക് കടലിന് മന്ത്രി ആരാ? കടലിന്റെ വകുപ്പ് മന്ത്രി മനുഷ്യനാണ്. വനം വകുപ്പിനും മനുഷ്യനിലും മന്ത്രിയുണ്ട്. ഇനി ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും കടലാണെങ്കിലും കരയാണെങ്കിലും എല്ലാം മനുഷ്യൻ അതിലൊക്കെ ഭരണകർത്താവാണ്. ലഖദ് കറംനാ ബനി ആദം, ആ ആയത്തിന്റെ എന്തിലല്ലേ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി പറഞ്ഞത് അല്ലേ? അപ്പൊ മനുഷ്യന് നൽകിയ ഒരു അന്തസ്സും ബഹുമതിയുമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇടപെടുന്ന ഏകജീവി. അങ്ങനെയുള്ളൊരു മനുഷ്യന് ജീവിതത്തിന് അർത്ഥം വേണമെങ്കിൽ അറിയണം. ആരാന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെ മീനിങ് ഇല്ല. ആരാണ് ഇതിന്റെ പിന്നിലൊരു ഡിസൈനർ എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മീനിങ് ഉണ്ടാവില്ല. മനുഷ്യന്റെ ഡിസൈനിങ് അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഖുത്ലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ സബീല യസ്സറഹു സുമ്മ അമാതഹു ഫഅക്ബറഹു. ഇതിൽ ഖുത്ലൽ ഇൻസാനു മാ അക്ഫറഹു, ഖുത്ലൽ ഇൻസാനു എന്നത് ഒരു ഫ്രേസാണ്. എന്താ മനുഷ്യന്മാർ ഇങ്ങനെ
എന്ന് ചോദിക്കുന്ന ഒരു ഫ്രൈസാണ് ഖുത്തിലൽ ഇൻസാൻ. എന്താ എങ്ങനെയെന്ന് ചോദിക്കാൻ എന്താ പ്രശ്നം? മാഗ്ഫറഹു, എങ്ങനെയാ മനുഷ്യന് ഈ നന്ദി കാണിക്കാതെ ജീവിക്കാൻ പറ്റുന്നത്? മനുഷ്യന് എപ്പോഴും 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 അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറയാനേ സമയം കിട്ടാതെ. മനുഷ്യന്റെ ലൈഫ് അങ്ങനെയാണെന്നാണ്. അപ്പൊ ഈ മാഗ്ഫറഹു എന്നുള്ള പദപ്രയോഗം അതിവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. ഞാൻ തൽക്കാലം ഈമാനിന്റെ ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടില്ലെങ്കിൽ മഹബത്ത് പറയുന്നതിനൊരു ഒരു ഒരു ചുമരില്ലാത്ത ചിത്രം പോലെ ആയിപ്പോകും. അതുകൊണ്ട് മാത്രം പറയാം. മാഗ്ഫറഹു എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്രമാത്രം നന്ദി ചെയ്യാൻ മാത്രം ഉണ്ട് എന്നാണ്. ഇവിടെ മുസ്ലിം അല്ല മാറ്റർ, മനുഷ്യനാണ്. മുസ്ലിം അല്ല മാറ്റർ, മനുഷ്യനാണ്. എന്താ മനുഷ്യൻ നന്ദി ചെയ്യാൻ മാത്രം എന്താ മാറ്റർ? ശേഷം പറയുന്നത് നോക്കൂ, മിൻ അയ്യി ശൈഇൻ ഖലഖഹു. അതാ ഞാൻ പറഞ്ഞു, മുസ്ലിം അല്ല മാറ്റർ, മനുഷ്യനാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, മനുഷ്യൻ ഏത് വസ്തുവിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഈ ചോദ്യം എന്തിനുള്ളതാണ്? അത്രയും അത്ഭുതമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ബിഗിനിങ് മെറ്റീരിയൽ, ആ തുടക്ക വസ്തു. ശേഷം ഖുർആൻ തന്നെ പറഞ്ഞു, മിന്നുത്തുഫത്തിൻ ഖലഖഹു. മിന്നുത്തുഫത്തിൻ നെക്രയാക്കി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബീജം എന്നാണ്. അതിന്റെ ഇപ്പൊ മെഡിക്കൽ സയൻസുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, ആ ചെറിയ ഒരു ബീജത്തിന്റെ ചെറുപ്പ് എത്രയാണ്. നമ്മുടെ ഒരു തലമുടി 600 ഭാഗമായി അതിന്റെ വീതിയെ ഭാഗിച്ചാൽ അതിലൊന്ന് എത്ര ചെറുതാ? അത്രയും ചെറുത്. അഥവാ നഗ്ന നേത്രം കൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ചെറിയ ഒരു ബീജത്തിൽ നിന്നാണ് ഈ മനുഷ്യനെ തുടങ്ങിയത്. എന്നിട്ടോ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. എന്നിട്ട് അതിൽ തഖ്ദീർ. എന്താ തഖ്ദീർ? ഒരു കോശം എന്ന് പറയുന്നത് നല്ല 4 തലമുറയുടെ എല്ലാ വിശേഷണങ്ങളും ഡിസൈൻ ചെയ്തു വെച്ച പുസ്തകമാണ് ശരിക്കും ഒരു കോശം. ഒരു കോശത്തിന്റെ ഘടന 23 ജോഡി ക്രോമസോമുകൾ ഈ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ സെറ്റ് ചെയ്തപ്പോൾ അതൊരു വലിയൊരു ലാംഗ്വേജ് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണത്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയമാണ് 4 തലമുറയുടെ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഒരു കോശം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച ഒരു ഡിസൈനറെ മനസ്സിലാക്കാൻ മാത്രം അതിന് പറ്റുന്ന പരുവത്തിലെല്ലാം കാണിച്ചു തന്നിട്ട് എങ്ങനെയാ മനുഷ്യന് കഴിയുന്നത്? അതാ ചോദ്യം. മാഗ്ഫറഹു, ഒരു സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിന്റെ ആളാകാൻ കഴിയാതെ എന്ത് ജീവിതത്തിന്റെ മനുഷ്യനുള്ളത്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പദവും അത്ഭുതമാണ്. ഞാൻ ആ മേറ്റർ അധികം പോകുന്നില്ല. സുമസ്സബീല യസ്റഹു സുമാമാതഹു ഫഅക്ബറഹു. മരണം ഒരു അനുഗ്രഹമാണ്, ഖബർ ഒരു അനുഗ്രഹമാണ്, മറമാടുക എന്നതൊരു അനുഗ്രഹമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇടപെടാം. നിങ്ങളുടെ ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരണം ഒരു അനുഗ്രഹമാണ്, മറമാടലൊരു അനുഗ്രഹമാണ്. ഇതൊക്കെ അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമാണ് മനുഷ്യനായിട്ട് ഡിസൈൻ ചെയ്തൊന്നല്ലത്. കാരണം മനുഷ്യന്റെ അറിവിന് മാത്രമുള്ള പ്രത്യേകതയാണ് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. അള്ളാഹു മനുഷ്യന്റെ ഉമ്മാന്റെ വയറ്റിൽ മനുഷ്യനെ മാത്രം പുറത്തു വന്നു ഫ്രീ ഫ്രം ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ ആയിട്ടാണ്. ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഇല്ലാതെയാണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, മനുഷ്യനെ മാത്രം. ഒരു പക്ഷി എടുത്തു നോക്കിയാൽ ജനിച്ചു വീണാൽ തന്നെ അത് അതിൻ്റെ മറാഫിക്കിലേക്ക് പോകും, എല്ലാം അതിനറിയാം. ഒരു പോത്തും കുട്ടിക്ക് എല്ലാം അറിയാം, ഒരു പുതിയ കുട്ടി ജനിച്ചു വീണാൽ എല്ലാം അറിയാം, ഒരു നായക്കുട്ടി ജനിച്ചു വീണാൽ അതിനെല്ലാം അറിയാം, ഒരാട്ടുംകുട്ടി ജനിച്ചു വീണാൽ എല്ലാം അറിയാം. ആ ഒരു ടീച്ചർ വേണ്ട, LKG വേണ്ട, UKG വേണ്ട, ഒരു ഇതുമില്ല, എവിടെയില്ല. ലോവർ പ്രൈമറിയും വേണ്ട, അപ്പർ പ്രൈമറിയും വേണ്ട, ഹയർ സെക്കൻഡറിയും വേണ്ട, എല്ലാം അതിൻ്റെ മറാഫിക്കൊക്കെ റെഡിയാണ്. മനുഷ്യൻ അള്ളാഹു നൽകിയ ആദരവാണ്. എല്ലാ അറിവും അള്ളാഹു തന്നതാണ്. അതും എങ്ങനെ? ഒരു ദൂതൻ മുഖേന, വഹീ മുഖേന. ആദ്യത്തെ മനുഷ്യൻ അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം മുതലേ അങ്ങനെ അള്ളാഹുവിൻ്റെ വഹീ മുഖേന അങ്ങനെയാണ് മനുഷ്യൻ്റെ എല്ലാ അറിവുകളും. അങ്ങനെയാണ് മനുഷ്യനെ ഡിസൈൻ ചെയ്തത്. ആ മനുഷ്യന് സ്വാഭാവികമായും എന്ത് വേണം? ഈമാൻ എന്തിനാ? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ കാര്യമുണ്ടോ? ആകെയുള്ള കാര്യം എന്താ? മനുഷ്യന്
മനുഷ്യന്റെ മൂല്യം അറിയുക, മനുഷ്യന്റെ ഈ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുക, സൃഷ്ടിപ്പിന്റെ പിന്നിലെ പ്രധാന ചേതോവികാരം, അതിന്റെ ഓദർ, അതിന്റെ ഡിസൈനർ, അതിന്റെ യഥാർത്ഥ സ്രഷ്ടാവ്, ഖാലിഖായ റാസിഖായ റബ്ബിനെ അറിയുക എന്ന അത്ര ബ്യൂട്ടി, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം ഈ ലൈഫിൽ ഇല്ലേ ഇല്ല. അതിന് ടേസ്റ്റ് വേണമെങ്കിൽ എന്ത് വേണം? മഹബത്ത് തന്നെ വേണം. ആ മഹബത്ത് എങ്ങനെ ഉണ്ടാകുന്നതാണ്? മനുഷ്യന് പൊതുവെ മനുഷ്യന്റെ നേച്ചറാണ് കൗതുകങ്ങളോട് മനുഷ്യൻ എന്ത് ചെയ്യും? എപ്പോഴും കൗതുകങ്ങളെ മനുഷ്യന് എന്താ പറയാ, ആരാധ്യ പുരുഷൻ എന്നാണ് മനുഷ്യൻ സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്നത്, അല്ലേ? അപ്പൊ എന്താ ആരാധ്യ പുരുഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പദപ്രയോഗമാണ്. അത് നമ്മൾ പറയുന്ന ഇബാദത്തായിക്കൊള്ളുന്നില്ല, ആർത്ഥത്തിനായിക്കൊള്ളുന്നില്ല. എന്നാലും അവിടെ ഒരു മാറ്റർ ഉണ്ട്. എന്താണ്? കൗതുകം മനുഷ്യൻ വിധേയപ്പെടാനുള്ള ഒരു സബബാണ്. കൗതുകം മനുഷ്യൻ വിധേയപ്പെടാനുള്ള ഒരു സബബാണ്. കൗതുകമുള്ള വസ്തുവിനെ, കൗതുകമുള്ള വ്യക്തിയെ, കൗതുകമുള്ള കേന്ദ്രത്തെ മനുഷ്യൻ അതിന് വിധേയപ്പെടുക എന്നുള്ള മനുഷ്യന്റെ നേച്ചറാണ്. എങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സൃഷ്ടിയുടെ മുമ്പിൽ മനുഷ്യന്റെ സ്വത്വം സമർപ്പിച്ച് കീഴടങ്ങാൻ പാടില്ല. അവിടെ അതിനുള്ള വഴിയും കൂടി എന്ത് തന്നെയാണ്? ഈമാൻ തന്നെയാണ്. ഒന്ന് നോക്ക്, ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ ചിലയിടത്തൊക്കെ കാണാം, ചിലപ്പോൾ ബിരുദമൊക്കെ എടുത്താൽ പോലും ചിലരിലൊന്നും ഈ ചില ഫാഷൻ ഇതിനോടൊന്നും ഭ്രമം തീരാറില്ല. അതെന്തുകൊണ്ടാ? ചിലപ്പോഴൊക്കെ നമ്മള് പല തസ്തികയിലായിട്ട് പോലും നമുക്ക് ചില വ്യക്തികളോടും ചില കേന്ദ്രങ്ങളോടും ഒക്കെ ഒരു പ്രത്യേക ആഭിമുഖ്യം കാണാം. അവരിലെ ഒരു സെലിബ്രേഷൻ അത് നമ്മളെ സ്വാധീനിക്കുന്നതാണത്, അല്ലേ? അപ്പോൾ അവരിലെ ഒരു കൗതുകം, ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ഭാഗത്തൊക്കെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും എനിക്ക് ഭയങ്കര കൗതുകം തോന്നാറുണ്ട്. കഴിഞ്ഞ വർഷം SSLC എക്സാം നടക്കുന്നൊരു സമയം, ആ സമയത്ത് വേങ്ങര ടൗണിൽ ഞാൻ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ യാത്ര ചെയ്യാണ്. അപ്പോൾ രാത്രി സമയത്ത് ഭയങ്കര ജനം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സബാഹ് സ്ക്വയർ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ പേര്. അവിടെ എന്ത് ചെയ്യാണ്? ഫുട്ബോൾ മാമാങ്കം നടക്കുകയാണ്. ജനം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനം, ആ വലിയ സൗണ്ട് സിസ്റ്റം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്ന് ആഘോഷിക്കുകയാണ്. എന്താ? ഫുട്ബോൾ. ഫുട്ബോളിൽ പലരോടും ആഭിമുഖ്യം. എന്താണ് ഒരു ഫുട്ബോളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നത്? എന്താ ഒരു ഫുട്ബോൾ ഒരു സമൂഹത്തിന് നല്ല ഒരു ഫുട്ബോളറായിട്ടുള്ള ഒരു, അങ്ങനെ പറയുന്നത് ഫുട്ബോളർ എന്നാന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, അതെൻ്റെ നൈമിഷികമായ പ്രയോഗം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ഒരു സമൂഹത്തിന് അയാൾ കാണിക്കുന്ന കൗതുകം എന്താ? ആ കാലുകൊണ്ട് പന്ത് കൈകാര്യം ചെയ്യാനുള്ള നൈമിഷികമായ കഴിവ്. ആ കഴിവ് കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്നത് സാമൂഹികമായ ഏതെങ്കിലും പുരോഗതി സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ വലിയൊരു ആരോഗ്യപരമായ വലിയൊരു നേട്ടം ഒരു സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ഉന്നതി ഒരു സമൂഹത്തിന് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടോ? അയാളെ ഇത്തിബാ ചെയ്തതിൻ്റെ പേരിൽ, അയാളെ ഫോളോ ചെയ്തതിൻ്റെ പേരിൽ. പക്ഷെ കൗതുകത്തിന് കീഴ്പ്പെടുക, കൗതുകത്തിന്റെ പിന്നാലെ പോവുക എന്നത് മനുഷ്യന്റെ ഒരു നേച്ചറാണെന്നത് സ്ഥിരപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ ഇസ്ലാം ഒരു ബദൽ സംവിധാനം കൊണ്ടുവന്നു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് റസൂലുള്ളാഹി മാറ്ററാകുന്ന എവിടം മുതലാ? ആദം നബി അലൈഹി സ്വലാം മുതലേ മുഹമ്മദ് നബി മാറ്ററാണ്, പ്രധാന വിഷയമാണ്. സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി. മുത്തുനബി തങ്ങൾ എന്നത് ആദം നബി മുതലേ പ്രധാന വിഷയമാണ്. ആദം നബിയുടെ പ്രധാന പ്രതിപാദ്യ പുരുഷനാരാ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ് ദിയമി. എല്ലാ അമ്പിയാക്കളും കുല്ലു ആയിന്നത്തർ റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി ഇന്ന അഹ്ലൽ കിതാബ്. കഴിഞ്ഞുപോയ ഗ്രന്ഥത്തിന്റെ വക്താക്കളെല്ലാം യാരിഫൂനഹു, മുത്തുനബി തങ്ങൾ അറിയും. ഏതുപോലെ കമാ യാരിഫൂന അബ്നാഅഹും, മക്കളെ അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പേ തന്നെയുള്ള മനുഷ്യ സമൂഹവും അവരുടെ മക്കളെ അറിയാവുന്നത് പോലെ ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ അറിയുക എന്നത് എന്താണ് അതിൻ്റെ ബ്യൂട്ടി? എന്താണ് അതിൻ്റെ മീനിങ് ഫുൾ അറ്റാച്ച്മെന്റ്? എന്താണ് അർത്ഥപൂർണമായ ഒരു ബന്ധം, ഇല്ലേ?
ഈ ബന്ധമാണ് മഹബത്ത്. ഈ മഹബത്ത് എന്തിനുള്ള വഴിയാ? ഈ വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കാനുള്ള വഴിയാണത്. വിശ്വാസത്തിന്റെ സ്വഭാവം എന്താ? ഐനൽ ഈമാന യസീദു വ യൻഖുസു എന്നാണ്. ഈമാൻ എന്ത് ചെയ്യും? വർദ്ധിക്കുകയും ചെയ്യും, ചുരുങ്ങുകയും ചെയ്യും. എപ്പോഴാ വർദ്ധിക്കല്? അമലുകൾ വർദ്ധിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതിൽപ്പെട്ടതാണ് ഇത്തിബാഴ്. ഇത്തിബാഴ് എന്നത് ഇത് പറയണം, ഇത്തിബാഴ് എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ്. ഇത്തിബാഴ് എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള വഴിയാണ്. അതിന് കഴിയുന്നതും ഒരു കോഗ്നിറ്റീവ് ലെവലാണ് ഏറ്റവും വേണ്ടത്, ഇമ്പൾസീവ് അല്ല. എന്ന് പറഞ്ഞാൽ ഒരു വൈജ്ഞാനികമായ അറ്റാച്ച്മെന്റ്, ഒരു വൈജ്ഞാനികമായ ബന്ധം, അതാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ ഈ സ്നേഹപ്രകടനത്തിൽ വേണ്ടത് വൈജ്ഞാനികമായ ബന്ധം. എങ്ങനെ? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സമീപകാലത്ത് ചിലപ്പോഴെങ്കിലും ആരോപിക്കാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ട ഒരു മാറ്ററായിരുന്നു നമ്മുടെ ഭാര്യമാരുടെ വിഷയം. അതിലൊന്നാമത് മനസ്സിലാക്കേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാനുള്ള ഏറ്റവും കൂടുതൽ വിമർശിക്കൽ ഒരു ആവശ്യമായിരുന്ന ഒരു കൗമാര ആ കാലഘട്ടത്തിലുള്ളവരല്ലേ? അല്ലേ? വല്ല ചാൻസും ആ വിഷയത്തിൽ ഒരു നെഗറ്റീവ് എനി പോയിന്റ്, അതെത്ര മൈന്യൂട്ടാണെങ്കിലും ഉണ്ടെങ്കിൽ അത് വിമർശന ആകുമായിരുന്നില്ലേ? ആയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ അതന്ന് വിമർശന വിഷയമാകാതിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നല്ല കാലം 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ധന്യമായ മാതൃകാ ജീവിതം നയിച്ചത് ബിബി ഖദീജത്തുൽ കുബ്ര ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. ലോക മനുഷ്യ ചരിത്രത്തിന് ഏറ്റവും മോഡലായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നബിതങ്ങൾ നയിച്ചത് അവിടെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ വിവാഹങ്ങളും. ആ വിവാഹങ്ങളുടെ താല്പര്യം എന്താണ്? ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന സാമൂഹിക സേവനമാണ് എന്നുള്ളത് ആരോടും പറയേണ്ട ഒരു ചാൻസും ഇല്ലാത്തൊരു മാറ്ററാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, നിൽക്കുകയല്ല എന്നിങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കണം. അതിനൊരു പ്രത്യേക വിവരണം ആവശ്യമുണ്ട്. നമ്മൾ ഇരിക്കുകയാണ്, നിൽക്കുകയല്ല ഇല്ലല്ലോ. അതുപോലത്തെ ഒരു വിഷയമാണത്. അതൊരു സാമൂഹ്യ സേവന ആണ് എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാണത്. മുസ്ലിം റളിയല്ലാഹു അൻഹയെ അതുപോലെ മറ്റോരോ വിവാഹവും, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം പിടിച്ചു നോക്കിയാൽ അവിടെ കാണാം ഒരു വൈജ്ഞാനികമായ വലിയൊരു വിപ്ലവം ഒന്ന്. മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു കുടുംബവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ തുടങ്ങി പ്രധാന വിഷയങ്ങൾ. അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് വൈവാഹിക ജീവിതത്തിലെ എല്ലാ ടീമും എല്ലാ പാർട്ട്നേഴ്സും അവിടെ എന്താണ്? ഒരുപോലെ സംതൃപ്തരാണ്. എല്ലാവരുടെയും ഇഷ്ടവിഷയമാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഈ ജീവിതം വേണ്ടായിരുന്നു, ഞാൻ നിർബന്ധിതമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതത്തിന് തുനിഞ്ഞെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് കാണാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല. അതാണ് അവിടെയുള്ള പോയിന്റുകൾ. അപ്പോൾ ഇരിക്കട്ടെ, എൻ്റെ വിഷയം അതല്ല. നമ്മൾ ഈ വിഷയം പഠിച്ച് പഠനവിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൂടെ പ്രകടിപ്പിക്കുന്ന ഇഷ്ടങ്ങൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംഘടനാ പ്രവർത്തകരാണ്. സംഘടനാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ SSF എന്ന് പറഞ്ഞാൽ ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ആകാശത്തിന് ചുവട്ടിൽ ഈ ഭൂമികയിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ കഴിയുന്ന ഒരു സംഘടനകളുടെ പേര് ലിസ്റ്റ് വെക്കാമെങ്കിൽ അതിൽ ഒന്നാമത്തതൊന്നേ ഉള്ളൂ. അതാണ് SSF എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു സംഗതിയിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ തേടി വരേണ്ടത് ഗിൽറ്റ് ആകരുത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുറ്റബോധം എന്ന് പറയാം. അതൊരു പദത്തിന്റെ പരിമിതിയാണ്. അഥവാ ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നെഞ്ചു വിടർത്തിയിരിക്കാൻ തോന്നണം, അള്ളാഹുവിനോട് ശുക്ർ തോന്നണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തായിരിക്കണം ഈ ഇരുത്തം. SSFകാരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നതിന് എനിക്ക് തോന്നണം ഒന്നാമത് അത്രയും മഹത്വമുള്ള ഒരു സംഗതി, ഒരു ടീം, ആ ഒരു ടീമിന്റെ കൂടെയാണ് ഇരിക്കുക എന്ന് എനിക്ക് തോന്നണം. കാരണം എന്താ? അതാ ഞാൻ പറഞ്ഞ ഈമാന് യസീദു വ യൻഖുസു എന്ന് പറഞ്ഞത് അമല് കൊണ്ടാണ്. അമലിൽ ഒന്നാമത്തതാണ് ഇത്. ഈ സംഗതി ചെയ്യുമ്പോൾ നിയ്യത്ത് ചേരണം.
നിയ്യത്തുണ്ടാക്കാൻ രണ്ട് രീതിയിൽ ചെന്നാൽ, ഒന്ന് നമ്മുടെ ആ ഒരു നോളേജ് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്, നമ്മുടെ ബോധ്യമാണ് ഒന്നുണ്ടാക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? ഈ ആക്ടിങ് ഉണ്ടല്ലോ, ആക്ടിങ് വീണ്ടും മൈൻഡിൽ ആ സാധനം ഉണ്ടാക്കും. ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സദസ്സിനെ മാനിക്കുന്നു, നമ്മൾ ഈ സദസ്സിന് നൽകുന്ന ഇതിന് നൽകുന്ന പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, അത് വീണ്ടും മനസ്സിലേക്ക് എന്തുണ്ടാക്കി തീർക്കും? ആ ചിന്താഗതി ഉണ്ടാക്കി തീർക്കും. ഇപ്പം ഈമാനിനെ ഈമാനിന്റെ വർധനവിന് അതിന് സബബാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സബബാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേണ്ടത് അതിൻ്റെ ഈ മോഡൽസിൽ അതിൻ്റെ കൂടെ നമ്മളും കൂടി ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ തഖ്വ വർദ്ധിക്കുക, ഈമാൻ വർദ്ധിക്കുക, ഇതെല്ലാം ഒന്നായി മാറണം. അവസാനം ഈമാന്, മഹബത്ത്, അമല് എല്ലാം എന്തായി മാറണം? എല്ലാം ഒരു സംഗതിയായിട്ട് മാറണം. അവസാനം നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഉഖ്റവിയും കുറച്ച് കാര്യങ്ങൾ ദുന്യവിയും എന്നത് മാറിയിട്ട് എല്ലാം ഉഖ്റവിയാക്കാൻ നമുക്ക് പറ്റണം. എല്ലാം ഉഖ്റവിയാക്കാൻ പറ്റണം. കാരണം നാം ലീഡേഴ്സാണ്. ലീഡേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്താണ്? ഷഹാദത്താണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്തസാക്ഷിയാകലാണ്. ഇപ്പോൾ ജിഹാദ് അഥവാ ഒരു നാട് സംരക്ഷിക്കാൻ വേണ്ടി, ഒരു നാടിൻ്റെ സെറ്റപ്പിന് വേണ്ടിയുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിലെ ഒരു പ്രധാന എലമെൻ്റാണ് ഒരു ജിഹാദ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരു സംഗതിയിൽ പോയിട്ട് ഒരാൾ ഷഹീദാവേണ്ടി വരുന്നൊരു രംഗം, അത് വലിയ മഹത്വമുള്ളത് തന്നെ. അതിനപേക്ഷിച്ച് എത്രയോ മടങ്ങ് വലുതാണ് ഒരു വൈജ്ഞാനികമായ പോരാട്ടത്തിന് വേണ്ടിയുള്ള സമർപ്പണവും സമയം ചെലവഴിക്കലും അതിനു വേണ്ടിയുള്ള നമ്മുടെ ഈ സമർപ്പിക്കൽ എത്രയോ വലുതാണ്. എങ്കിൽ നമ്മൾ എന്തു വേണം? ഈ ഷഹാദത്തിലേക്കാണ് ആദ്യം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ദുനിയാവിൻ്റെ ഒരു കാര്യം ചെയ്യുന്നു. ആ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് ഇതിൻ്റെ ലക്ഷ്യം പറയാൻ പറ്റണം. ഇപ്പം ഞാനൊരു ദിവസം ഒരു സാമ്പിൾ പറയാം. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി മാതാവിൻ്റെ കൂടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോൾക്ക് കരിയറിൽ എന്താ പ്ലാന്? ഇപ്പോൾ ഒരു IAS ആകണമെന്ന് പറഞ്ഞു. IAS ആകണമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ IAS എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് ആ കുട്ടി IAS എന്ന് പറയുന്നത്. നോക്കുമ്പോൾ എന്താണ്, അതൊരു ഇമ്പൾസീവായിട്ടുള്ള ഏതോ ഒരു സെഷനിൽ ഒരാളുടെ ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ വന്ന ഒരു ഡോട്ടാണ് ആ സാധനം. പക്ഷെ ആ കുട്ടിയിൽ അങ്ങനെ ഒരു ഡ്രീമോ ഗോളോ സാധനം ഇല്ല. അപ്പം ഞാനിങ്ങനെ ആ കുട്ടിയോട് സംസാരിച്ചു, എന്തിനാണ് മോളെന്താണ് പ്ലാൻ, എന്താ? അപ്പോൾ എൻ്റെ മാറ്റർ എന്താ അറിയോ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ലക്ഷ്യം വളരെ പ്രയാസത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് ഞാനൊരു IAS ആവുക. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് നോക്കാം, എൻ്റെ ഉമ്മാനെ നോക്കാം. ഉമ്മ വളരെ വിഷമിച്ചാണ് കഴിയുന്നത്. ഇപ്പം അതുപോലെ ഉമ്മാൻ നമ്മളെ ഫാമിലിയൊക്കെ നോക്കാൻ വേണ്ടി ഉമ്മ ജോലി ചെയ്യുന്നുണ്ട്, അതിലൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഒരു അറുതി വേണം. ഇതൊക്കെയായിരുന്നു ഈ കുട്ടിയുടെ സ്വപ്നം. ഇതിൽ ഇപ്പോൾ എൻ്റെ ഒരു പലപ്പോഴായിട്ടുള്ളൊരു അനുഭവം, വലിയ ഉന്നത തസ്തികകളിലേക്ക് പോകുന്ന ഒരാൾ പോലും ഞാൻ എന്തിനാണ് ലൈഫിൽ ഈ തസ്തികയിലേക്ക് പോകുന്നതെന്ന് അവരറിയുന്നില്ല. ഞാൻ ഈ തസ്തിക എന്തിനാണ് ഏറ്റെടുക്കുന്നത് അതവരറിയുന്നില്ല. അതിൻ്റെ സുഖം എന്താണെന്ന് അവരറിയുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഫോക്കസ്, മില്യൺ കണക്കിന് വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്, വായിക്കണം പറ്റുമെങ്കിൽ. അതുപോലെ മറ്റൊന്നാണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അടുത്ത് ഞാനൊരു ബുക്ക് റിവ്യൂ ഒരു എപ്പിസോഡ് കണ്ടു. ആ എപ്പിസോഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച വരികയാണ്. എന്താ ചർച്ച എന്ന് ചോദിച്ചാൽ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഒരു വലിയ ന്യൂറോളജിസ്റ്റ്, വേൾഡിൽ തന്നെ അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റ് ഡോക്ടറാണ്. ഈ ഡോക്ടർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂറോളജി ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട്,
സർജറികൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ആ സർജറികൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊരു ആവേശമാണത്. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്തു? ബ്രെയിനിൽ ക്യാൻസർ വന്നു. ഈ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടതിന് മുതൽ അയാൾ ലൈഫാകെ മാറി. ഒരുപാട് ട്രീറ്റ്മെന്റിന് അയാൾ വിധേയനാകുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഒഫീഷ്യലായ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സിലൊക്കെ അയാൾ വിധേയരാകുന്നു. ലൈഫ് എണ്ണപ്പെട്ട ദിവസങ്ങളായി മാറുന്നു. അപ്പോഴാണ് അയാളുടെ വൈഫുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒത്ത് ജീവിക്കുന്ന രംഗം അയാൾ പറയുന്നത് എന്താ? രണ്ടാളും ഡോക്ടറാണ്, രണ്ടാളും ഒരേ പാറ്റേണിൽ പോകുന്ന ആളാണ്, ഒരേ പാഷൻ ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷെ അവർ ആ സമയത്താണ് എന്തിനായിരുന്നു ഞാൻ ഈ ന്യൂറോളജിസ്റ്റ് ആയത്, എന്തിനാ? അവരപ്പോൾ തിരിച്ചറിയുന്നൊരു രംഗമുണ്ട്. എന്താ അറിയാം? ലൈഫിന് വേണ്ടി ആയിരുന്നു ഈ ന്യൂറോളജിസ്റ്റ് ആയത്. പക്ഷെ ലൈഫ് അവരുടെ മൈൻഡിൽ ഇല്ലായിരുന്നു. ലൈഫ് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? മരിക്കാൻ പോവാണെന്ന് മനസ്സിലായപ്പോൾ. മരിക്കാൻ പോകണമെന്ന് മനസ്സിലായപ്പോഴാണ് ലൈഫ് എന്താണെന്ന് അറിയുന്നത്. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ ദുനിയവിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇതെന്തിന് ചെയ്യുന്നു? ഇതിന് ഒരു എൻഡിങ് ബെനിഫിറ്റ് എന്താണ്? ഇത് ഐഡന്റിഫൈ ചെയ്യാത്തൊരു ജീവിതമാണ് പലപ്പോഴും ഇന്ന് വലിയ ഉയർന്ന നിലവാരത്തിലുള്ള പ്രൊഫഷണൽസ് പോലും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. വലിയ ഉയർന്ന നിലവാരത്തിലുള്ള പ്രൊഫഷണൽസ് പോലും ലൈഫ് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാ? എന്തിനാ ഞാൻ ഇത് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ഇറ്റ്സ് എ പാഷൻ, ഇറ്റ്സ് മൈ പാഷൻ. അതാണ് എൻ്റെ ഒരു അഭിനിവേശമുള്ള ഒരു ലൈഫ് ആക്ടിവിറ്റി, അതാണ് എന്നതിൽ കവിഞ്ഞ് എന്തറിയുന്നില്ല. ഇതെന്തിനാണെന്ന് അറിയുന്നില്ല. ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട SSFന്റെ നേതാക്കളോട്, ഡിവിഷൻ നേതാക്കളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലൈഫിലൊരു സംഗതി ചെയ്യുമ്പോൾ എന്തിന് ചെയ്യുന്നു? അത് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് ആൻസറബിളായ സാധനം ചെയ്യുക. നിങ്ങൾ വിവാഹിതരല്ലേ? അല്ലേ? എല്ലാവരും അല്ല, ഉണ്ടാവും. ഏതായാലും ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടല്ലോ? ആരും ഇല്ലല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഒരു ഭാഗം ചർച്ചക്ക് കുറച്ച് കുറക്കാം. ഏതായാലും ഫാമിലി ലൈഫ് ഉണ്ടല്ലോ അല്ലേ? പാരൻസ്, അതുപോലെ മറ്റു ഫാമിലി മെമ്പേഴ്സൊക്കെ ഇല്ലേ? അപ്പോൾ ആ മെമ്പേഴ്സിനോട് ഒത്തിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവരെയും കൂടെ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അല്ലേ? അതെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒന്ന് ചെയ്യുന്ന സമയത്ത് അതെന്തിന് ചെയ്യുന്നു? ഇവിടെ ഒരു ലീഡർ എപ്പോഴും എന്ത് ചെയ്യണം എന്നറിയോ? ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് ലൈഫിൽ, ഒരു പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ആ പോസ്റ്റിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാൾക്കൊരു സംഗതി ചെയ്തു കൊടുക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ പെങ്ങൾക്ക്, അല്ലെ എൻ്റെ ജ്യേഷ്ഠന്, അല്ലെ എൻ്റെ ജാനുസന്, അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അവരെയും കൂടി ഉൾക്കൊള്ളുന്നു, അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നു, ഉപ്പാക്ക്, ഉമ്മാക്ക്, അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ പലതും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു സാധനം ലൈഫിൽ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയരുത്. മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ ലൈഫിൽ നമ്മളെ നോവിക്കാൻ ഒരാൾക്ക് കഴിയാൻ പാടില്ല. എങ്ങനെയാണ് സാധിക്കുക? അതിന് സാധിക്കുന്ന ഇതാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്യരുത്. ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടി മാത്രം ചെയ്യണം. സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞ സെൽഫ് ലവിങ് എന്ന പൊസിഷനിലെ എന്തും ചെയ്യാം. ആർക്കെന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം. സെൽഫ് ലവിങ്ങിന്റെ ഒരു ഭാഷയാണ് എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടി. അതിൻ്റെ ഇസ്ലാമിക്കിലെ ഒരു ലാംഗ്വേജ് ആണ് ലില്ലാഹി. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് എന്തെങ്കിലും പുതിയൊരു ഇതും കൂടെ കിട്ടാനാ? പുതിയൊരു ആണോ? അല്ല, നമുക്ക് റബ്ബ് പ്രതിഫലം തരാം അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി തന്നെയല്ല അതിന്റെ അർത്ഥം. പിന്നെ സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലോ? അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? പേരാമ്പ്ര അങ്ങാടി പോയി എല്ലാവർക്കും ഓരോ ബിരിയാണി കൊടുക്കുന്നു. ആ ബിരിയാണി കഴിഞ്ഞ് ഒരു നന്ദി പോലും പറയാതെ, ഒരു താങ്ക്സ് പറയാതെ പോകുന്നു. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയെന്ന് തോന്നി വിഷമിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെ ഒരു നീഡ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സുഖം എന്താ? നമ്മുടെ സുഖം എന്ന് പറയുന്നത് ഇസ്ലാമിക് കോൺസെപ്റ്റ് കുറച്ച് ഈസിയാണ്. എന്താ?
ഞാനിത് കൊടുക്കുന്നത് പടച്ചോൻ കാണും. എത്ര എളുപ്പം അല്ലേ, വെരി ഈസി അല്ലേ. പ്രത്യേകിച്ച് അവിടെ ബട്ടൺ വേണോ? ഒരു ബട്ടണും വേണ്ട. മനസ്സിൽ ഈ മൈൻഡ് മാത്രം മതി. എല്ലാം കാണാൻ കഴിയുന്ന പരമോന്നതനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാണാനാണ് ചെയ്യുന്നത്. അപ്പൊ സുഖാണ്. അയാൾ അതും വാങ്ങിയിട്ട് ചീത്ത വിളിച്ചു, വിഷമം ഉണ്ടാവോ? ഇല്ലല്ലോ. കാരണം എന്താ, നമ്മളെ ലക്ഷ്യം ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളെ ലക്ഷ്യം ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. ഈ മട്ടിലാണ് നമ്മൾ ലൈഫ് മോഡ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ലൈഫ് മോഡ് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കാനുള്ളതാണ് എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കി, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാർ, ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പഠിക്കാൻ വരുന്ന, കാണാനും ബറക്കത്തെടുക്കാനും വരുന്ന ആലിമും കൂടിയാണ് ആര്? റിഫായി ശൈഖ് റളിയല്ലാഹു. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കുഷ്ഠം പിടിച്ച രോഗി നായയെ എന്ത് ചെയ്യുന്നു? പരിചരിക്കുന്നു. അതും ദിവസങ്ങളോളം പരിചരിക്കുന്നു. ഏതൊരാൾക്കും കൗതുകമായിരിക്കാം. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ മോട്ടീവ് എന്താ? മുത്തുനബി തങ്ങളെ ചാരത്ത് ചെന്ന് പറയുമ്പോൾ ഫിഹാലത്തിൽ ബുഅദിറു ഇകുന്തു ഉർസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. അത് അവിടെ ചെന്നിട്ട് നബിയെ ഞാൻ എപ്പോഴും ഇവിടത്തേക്കും മെസ്സേജ് അയക്കലാണത്. മുത്തുനബി തങ്ങളാണ് ഈ മോട്ടീവ്. അല്ലാതെ ജനങ്ങൾ ആരുടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട്? ഇല്ല. അതായത് അള്ളാഹു എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് എപ്പോഴും നമുക്ക് കണക്ഷൻ തന്നത് എങ്ങനെയാ? ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രമായാൽ കലിമത്തു തൗഹീദാവോ? ഇല്ല. എന്ത് വേണം? മുഹമ്മദുർ റസൂലുള്ളാഹി വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദ് അങ്ങനെയല്ലേ? അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ, അള്ളാഹുവിൻ്റെ ദാത്ത് നമുക്ക് തസവ്വുറാവുക എന്നത് സാധ്യമാണോ? അതതിൻ്റെ അപൂർണതയാണ്. കാരണം എന്താ? അള്ളാഹു എന്ന് പറയുന്നത് ഒരു മാറ്ററുകൾക്ക് വിധേയമല്ല, കാലത്തിന് വിധേയമല്ല, ഈ സ്പേസിന് വിധേയമല്ല. അപ്പൊ പിന്നെ സ്പേസിന് വിധേയമല്ലാത്തൊരു സംഗതി മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമാണോ? ഇല്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ദാത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ അപൂർണതയാണ്. അതിൻ്റെ പൂർണ്ണതയാണ് അള്ളാഹുവിൻ്റെ ദാത്ത്, അതിൻ്റെ അസ്തിത്വം. ആ അസ്തിത്വം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരിക്കുക എന്നുള്ളത് അള്ളാഹു എന്നതിൻ്റെ പൂർണ്ണതയാണ്. എങ്കിൽ പിന്നെ അള്ളാഹുവിലെത്തേക്ക് എത്താനുള്ള വഴി എന്താ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് എന്നത് എന്താണ്? ഏത് ചേതോ വികാരമാണ് നമ്മൾ ഉണർത്തുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ഇല്ലേ? അല്ലാതെ ഒരു ഭംഗിയുള്ള മനുഷ്യൻ എന്നതാണോ നമ്മുടെ ചേതോ വികാരം? അല്ല. ആണോ? അല്ല. അല്ലെങ്കിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ എന്നതാണോ നമ്മുടെ ചേതോ വികാരം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നമ്മുടെ ചേതോ വികാരം. എങ്കിൽ നബിതങ്ങളോടുള്ള ഇഷ്ടപ്രകടനം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ലൈഫിയുടെ എൻ്റയർ പാർട്സ്. ലൈഫിലെ ഏത് മേഖലയും പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെറ്റർ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമാണ് SSFൻ്റെ ഓരോ നിങ്ങളുടെ ഒത്തുചേരുന്നത്. ഒരു SSFുകാരന് ധൈര്യപൂർവ്വം ഏതൊരു SSFൻ്റെ മീറ്റിങ്ങിൽ ഇരുന്നിട്ടും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂല്ലേ? കഴിയൂലേ? നിങ്ങൾ SSFൻ്റെ ഈ കാലയളവിൽ അനുഭവം അങ്ങനല്ലേ? SSFൻ്റെ ഏതൊരു സദസ്സിലിരുന്നാലും ഇതെൻ്റെ ആഖിറത്തിലേക്കുള്ളതാണെന്ന് പറയാൻ കഴിയില്ലേ? പറ്റൂലേ? നിസ്സംശയം പറയാൻ പറ്റൂലേ? പറയാൻ പറ്റും. ഞാൻ SSFിലൂടെയാണ് എൻ്റെ എല്ലാ നല്ല കാലയളവും വളർന്നു വന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പക്ഷേ പറയാൻ കഴിയും, SSFിലൂടെ വളർന്നു വന്ന ഈ കാലയളവിൽ ഇപ്പം ഞാൻ 40 വയസ്സ് കഴിഞ്ഞു. ഈ വയസ്സിനിടയിൽ SSFിലൂടെ കടന്നു വന്നു, SOSലൂടെ കടന്നു വന്നു, ഈ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്നതിൻ്റെ പേരിൽ ആഖിറത്തിലെത്തിയാൽ ഒരു പോയിന്റിൽ പോലും നമുക്കെന്ത് ചെയ്യേണ്ടി വരില്ല. ആഖിറത്തിലെത്തിയിട്ട് കുടുങ്ങിപ്പോകും എന്ന് ചിന്തിക്കേണ്ടത് വരില്ല. അങ്ങനെ ചെയ്യാവൂ. അങ്ങനെ നമുക്കുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ അങ്ങനെയുള്ളൂ. അത് വിരോധമുള്ളതോ പ്രയാസമുള്ളതോ പരസ്പരം ഇഷ്ടക്കേടുള്ളതോ പരസ്പരം ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് പ്രയാസം തോന്നുന്നതോ. അപ്പോൾ സ്നേഹപ്രകടനത്തിൻ്റെ ഒരു വഴിയാണ് ഇത്തിബാഅ്. മറ്റൊരു വഴിയാണ് സ്നേഹത്തെ ധ്വനിപ്പിക്കുന്ന ഏതൊക്കെ മേഖലയുണ്ടോ എല്ലാ മേഖലയും. അതായത് പിന്നെ
നമ്മുടെ മദ്ഹ് ചൊല്ലലുകൾ വളരെ വ്യാപകമായി നടക്കേണ്ട ഒരു സംഗതിയാണ്. അത്തരം ആക്ടിവിറ്റീസ്, ബുർദ സദസ്സ്, അതുപോലെ മൗലിദ് സദസ്സ്, പിന്നെ മറ്റ് ഖസീദകൾ, സീറകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസുകൾ വരണം. ഇത്തിബാഅ് വരണം, ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഫോളോയിങ് വരണം. ഒരു ആദർശപരമായതും എന്തെന്നെ ആയിരിക്കണം, സ്നേഹപ്രകടനായിരിക്കണം. അങ്ങനെ സ്നേഹപ്രകടനാകുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത നന്നേ ഇല്ലാതാകും. പിന്നെ നമുക്ക് പരാജയപ്പെടാനുള്ള സാധ്യതയില്ല. അതായത് ലൈഫിൽ ഇതിൽ നിങ്ങൾക്ക് എന്നോട് ഇടപെട്ട് സംസാരിക്കാവുന്ന ഒരു സ്ഥലം കൂടെയാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്താ, ലൈഫിൽ നിങ്ങൾക്ക് ഒരു സമയവും ടെൻഷൻ അടിക്കേണ്ടി വരരുത്. ഒരു സമയവും ടെൻഷൻ അടിക്കേണ്ടി വരും. അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അജബൻ. അജബൻ എന്ന പ്രയോഗം പറയാൻ മലയാളത്തിൽ വാക്കുകൾ അപര്യാപ്തമാണ്. അറബിയിൽ ഇഗ്റാഇന്റെ പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. മൻസൂബായിട്ട് ഒറ്റക്കലിമത്തായിട്ട് അങ്ങനെ ഒന്ന് പ്രയോഗിക്കുന്നത് അങ്ങനെയാണത്. ഇയാക്കും അജബൻ, അതായത് ആ അത്ഭുതം എന്ന പദപ്രയോഗത്തിന് വ്യാഖ്യാനത്തിന് ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് പിന്നെ നബിതങ്ങളൻ എന്ത് വിശദീകരിച്ചു, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എവിടെയും മനുഷ്യന് ഖൈറാണ്. രോഗമായാലും ഖൈറ, ആരോഗ്യമായാലും ഖൈറാണ്, ദാരിദ്ര്യായാലും ഖൈറാണ്, ഐശ്വര്യമായാലും ഖൈറാണ്, നിങ്ങൾ വല്ല പ്രശസ്തനായാലും ഖൈറാണ്, എല്ലാവരാലും അവഗണിക്കപ്പെട്ടാലും ഖൈറാണ്. എവിടെയും ഖൈറാണ്. ഇന്ന സ്വബത്തുഹു ലറ സ്വബറ ഫക്കാന ഖൈറൻ ലഹു. സ്വബറ 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 എന്ന് പറഞ്ഞാൽ ജസാ എന്നല്ല. ജസാ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഭയങ്കര വിഷമം, വേദന, പ്രയാസം, അത് ജസാ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം, സബർ എന്ന് പറഞ്ഞാൽ എന്താ. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഒരിക്കലും സിറാജുൽ ഹുദയുടെ 10ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ സ്വാഗത സംഘം നടക്കും. അപ്പോൾ സിറാജുൽ ഹുദയുടെ ടൗൺ ക്യാമ്പസില്ലേ, ന്യൂ ക്യാമ്പസ് അല്ല, ടൗണിലെ പള്ളിയിൽ നിറഞ്ഞ ആളിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പേര് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, അന്നത്തെ ഒരു പ്രശസ്തനായ SSFന്റെ പ്രഭാഷകനായ ഒരു സഖാഫി, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. ഞങ്ങളും അദ്ദേഹം ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുക. അപ്പോൾ പിന്നെ തൊട്ടു ബാക്കിൽ ഇന്നത്തെ ഒരു സ്റ്റേറ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ അതേ ബാച്ചിലുള്ള ഒരു സഖാഫിയാണ്. മൂപ്പര് വന്നിരുന്നു. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് മുള്ളിയപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പ്രഭാഷകൻ എന്ത് ചെയ്തു, വേദന കൊണ്ട് തുള്ളിപ്പോയി. അങ്ങനെ നുള്ളി. അപ്പം അയാളിങ്ങനെ വെറുപ്പ് പിടിച്ചിട്ട് ആ വെറുപ്പോടെയാണ് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കണ്ടു, തൻ്റെ അത്രയും വർഷം ഒന്നിച്ച് ഉണ്ടായിരുന്ന വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് രണ്ടാൾ. ആളെ കാണുന്നത്. ആളെ കണ്ടപ്പോൾ അയാളെ വേദനയൊക്കെ മാറി. വേദന കൊണ്ട് പടഞ്ഞ മനുഷ്യന്റെ വേദനയൊക്കെ മാറി. മുഖത്തൊരു പ്രത്യേക പുഞ്ചി, സന്തോഷത്തിന്റെ ഒരു ആഹ്ലാദത്തിന്റെ പുഞ്ചിരിയും, മുഖം വിടർന്നു. നിങ്ങൾക്ക് മൂവ്മെന്റ് മനസ്സിലാകുന്നില്ലേ? ഇതാ സ്വബറ എന്ന് പറഞ്ഞത്. ഒരു പ്രയാസത്തെ എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം, ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റണം. അതിനെ സ്വബറ 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 എന്ന് പറയുന്നു. അല്ലാതെ പ്രയാസമായി കൊണ്ട് നടക്കലല്ല സ്വബറ. ഇത് നമുക്ക് ലീഡേഴ്സിന് പറ്റണം. ഇത് ലീഡേഴ്സിന് കഴിയണം. ഒരു SSFന്റെ ഡിവിഷൻ നേതാവ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പ്രയാസമുള്ള ഒരു സെക്ടർ ലീഡർ ഉണ്ടാകാൻ പാടില്ല, ഒരു യൂണിറ്റ് ലീഡർ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ വി ഹാവ് സംതിങ് റോങ്. എന്തോ ഒരു എവിടെയോ ശൈഉമ്മ മിനൽ ഖത്ത. നമ്മൾ എന്ത് ചെയ്യണം? നുസഹി, തിരുത്തേണ്ടതാണ്. അത് നമ്മൾ തിരുത്തേണ്ടതാണ്. അത് തിരുത്താൻ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ മഹബത്തിന്റെ വഴി തന്നെ. മഹബത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയാണ്. ഉർക്കുബു മുഹമ്മദൻ ഫി ആലി മുഹമ്മദ് കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർക്കുബു മുഹമ്മദൻ ഫിൽ ദുഅഫ. സമൂഹത്തിലെ അത്തരം ഏത് ടീമിലേക്ക് പോകുമ്പോഴും അവിടെയും കാണണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
അഥവാ നമ്മുടെ ഒരു താഴേക്കിടയിലാണ് എന്ന പല അഡ്രസ്സുകളുടെ പേരിൽ, പൊസിഷനുകളുടെ പേരിൽ, ഇപ്പൊ ഡിവിഷന്റെ താഴെയാണ് സെക്ടർ എന്ന് വേണേൽ പറയാം, ഇനി മേലെയാണെന്നും പറയാം പല അർത്ഥത്തിൽ. അപ്പോൾ ഇനി താഴെയാണെന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് ഒരു താഴേക്ക് നോക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് എന്ത് തോന്നാൻ പാടില്ല, നമ്മളെക്കാൾ അസ്ഫലാണ്, നമ്മളെക്കാൾ അവർ കുറഞ്ഞവരാണ് എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാകാതിരുന്നതാണ്. അത് നമ്മുടെ ഒരു ശൈലിയാണ്. ഒരാളോട് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള, ഒരാളോട് പെരുമാറുമ്പോഴുള്ള ഒരു ശൈലിയാണ്. അതും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വഴിയാണ്. ഈ സ്നേഹം എന്ന് പറയുന്നതിനെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വാഹല്ലിൽ കുബത്തി ചൊല്ലിയല്ലോ, അത് ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആസ്വാദനം ഉണ്ടാകുന്നുണ്ടോ? ശരീരത്തിൽ അതിൻ്റെ ആ പുളകിതമാകുന്ന ഒരു ചലനങ്ങൾ, മൂവ്മെന്റ്സ്, മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാം വീണ്ടും 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 പ്യൂരിഫൈങ് നടത്തണം. അടയാളങ്ങൾ പ്രത്യക്ഷത്തിലും വേണം. അതില് ആ പ്രത്യക്ഷത്തിലും രണ്ടും കൂടി ജോയിൻ ആകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോഗ്നിറ്റീവും കൂടി ആയിരിക്കണം, നമ്മുടെ ഉള്ളിൽ തറക്കുന്നത് കൂടി ആയിരിക്കണം, കൂടെ പുറത്തും വേണം. അതിനുള്ള ഒന്നാമത്തെ നല്ലൊരു സിംറ്റമാണ് എന്തെന്നറിയോ? നബിതങ്ങൾ പറഞ്ഞു, ഖൈറുക്കും, ആരാ നല്ലവൻ ആരാ? നല്ലവനാകാൻ എന്താണ് അമല് എന്നും കൂടി മനസ്സിലാക്കി തരുന്നതും കൂടിയാണ് ഈ പ്രയോഗം. ഖൈറുക്കും ലി അഹ്ലിഹി, ആരാ ഏറ്റവും നല്ലവനാരാ? ഖൈറുക്കും ലി അഹ്ലിഹി. വീട്ടിലെത്തിയിട്ട് നിങ്ങൾ നല്ലവനാണോ? എന്താ നിങ്ങൾ നല്ലവനാ? ഉമ്മാന്റെ അടുത്ത് എത്തിയിട്ട്, ഉപ്പാന്റെ അടുത്ത് എത്തിയിട്ട്, നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ മരിച്ചിട്ട് എല്ലാവരും പറയും കേട്ടോ, ചിലപ്പോൾ SSFകാരനെ, അത് പോരാ, അല്ലാതെയും കൂടി വേണം. അപ്പോൾ അതുണ്ടാകാൻ എന്താ വേണ്ടത്? അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. അതെപ്പോഴും സിമ്പിൾ ആയിരിക്കും. ഞാൻ അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് പറയണം. അതായത് ഏറ്റവും സിമ്പിൾ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ എപ്പോഴും ഇടപെടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റഖം വാഹദ്, നമ്പർ 1 പേഴ്സൺ ആകാൻ പറ്റും. ഒന്നുകൂടി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത്? ഫുള്ളി കോൺസെൻട്രേഷൻ ക്ലോസ് ചെയ്യല്ലേ? എത്ര സമയം? 55. എത്ര മണിക്ക് നമ്മൾ തുടങ്ങി? നിർത്താനായോ? ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യാം കേട്ടോ. ഒന്ന് കോൺസെൻട്രേഷൻ കുറയുന്നതെന്ന് ചെറിയൊരു ഡൗട്ട്. അപ്പോൾ ഏറ്റവും സിമ്പിൾ, അതായത് ഒരു ഫിലോസഫി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ, യു ആർ വെൽക്കം. മദീനത്തേക്ക് വന്നപ്പോൾ മദീനയിൽ കുറേ ഡിസ്ട്രാക്ഷൻസ്, സാമൂഹിക തിന്മകൾ, ജീർണതകൾ, ശൈഥില്യങ്ങൾ. ഈ ശൈഥില്യങ്ങൾ നബി തങ്ങൾ അലട്ടുന്ന കുറച്ച് ശൈഥില്യങ്ങൾക്കുണ്ട്. എന്താ അലട്ടുന്ന ശൈഥില്യം എന്നറിയോ? ഒന്ന്, ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനേ പറ്റുന്നില്ല. ഭയങ്കര പ്രയാസം. കുറച്ച് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പിന്നെ മിങ്കിൾ ചെയ്യാൻ പറ്റൂല, ഒന്നിച്ച് ഭക്ഷണത്തിനൊന്നും ഇരിക്കൂല, അങ്ങനെ പ്രയാസം. അങ്ങനെ കുറച്ച് അത്തരം ശൈഥില്യങ്ങൾ. ഈ ശൈഥില്യങ്ങൾ നിമിതങ്ങളെ വല്ലാതെ അലട്ടി. കാരണം ഇവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നവരാണല്ലോ. വലിയൊരു ഇടവേളകളൊന്നും ഇസ്ലാം പഠിക്കാനൊന്നും അവസരം കിട്ടാത്തവരുമാണല്ലോ. എങ്ങനെ തിരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടത്തിയ ഒരു നല്ല പ്രഥമ പ്രഭാഷണമാണത്. മദീനത്തേക്ക് വന്ന പ്രഥമ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ ഉപയോഗിച്ച പ്രധാന മാറ്റർ ഒന്ന്, അഫ്ഷുസ്സലാമ ബൈനക്കും. നമ്മളൊക്കെ സലാം പറയൂലേ? നിങ്ങളൊന്ന് സലാം പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാ സലാം പറഞ്ഞത്? ആ വിഷ്വൽസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. നിങ്ങൾ സലാം പറഞ്ഞത്, ആ സലാം പറഞ്ഞ വിഷ്വൽസിൽ ഒരു ഹാപ്പി മൊമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വൽസ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ അതാണ് സലാം, അതിനാണ് സലാം. അതായത് ഒരു സന്തോഷം കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് സലാം. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സന്തോഷം കൈമാറാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യണം.
ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ അതാണ് സ്ട്രോങ്ങസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന സാധനം. അതാണ് ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതൊരു ലൈഫ് ഫിലോസഫിയാണ്. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എപ്പോഴും എളുപ്പമാണ്, എപ്പോഴും എളുപ്പമാണ്. ജീവിതം എപ്പോഴും എളുപ്പമാണ്. അതുപോലെ തന്നെ ആ ഫിലോസഫിയുടെ ഭാഗമാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ അന്ന്, അതും 6-ാം നൂറ്റാണ്ടല്ലത്. 6-ാം നൂറ്റാണ്ടിലെ വലിയൊരു സോഷ്യൽ ഒരു സാമൂഹികമായ വലിയൊരു തിന്മയെ തിരുത്താൻ വേണ്ടി നബികൾ ഉപയോഗിക്കുന്ന പ്രധാന ആക്ടിവിറ്റിയാണ് അഫ്ഷുസ്സലാം ഉപയോഗിക്കുന്നത്. അഫ്ഷുസ്സലാം എന്ന് പറഞ്ഞാൽ സലാം വ്യാപകമായി ഉണ്ടാകട്ടെ. നമ്പർ 1. മറ്റൊന്നാണ് സല്ലു ബില്ലൈൽ വന്നാസു നിയാം. അതായത് ഒരു അഫർമേറ്റീവ് മെത്തേഡ് വേണം. എന്താ അഫർമേറ്റീവ് മെത്തേഡ്? നമ്മൾ ഈ നിസ്കാരം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ അവിടെ ഒന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിക്കലാണ് പ്രധാനപ്പെട്ട. സല്ലു ബില്ലൈൽ വന്നാസു നിയാം എന്നുള്ളതിൽ ഒന്ന് രാത്രി നിസ്കാരമാണ്. രാത്രി നിസ്കാരത്തിന്റെ എല്ലാം പ്രത്യേകത എന്താ? വേറെ ആരും കാണാൻ പോലും ലക്ഷ്യമല്ല ഒന്ന്. പിന്നെ ഒന്ന് നിസ്കരിക്കുന്ന ഒരു ശൈലി നോക്കുങ്ങൾ. ഫാത്തിഹോദി, സൂറത്തോദി, സുജൂദിലേക്ക് പോകുന്നു, റുക്കുയിലേക്ക് പോകുന്നു. റുക്കുയിലേക്ക് പോകുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള വളരെ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ തുനിയുന്നതാണത്. അപ്പം ഞാൻ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരോടും പറയാണ്, എല്ലാവരും ഒന്ന് ഇങ്ങനെ മുട്ടുകുത്തി നിന്നാട്ടെ എന്ന് ഞാനും കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മൈൻഡ് ആയിരിക്കും ആ സമയത്ത്? ആയിരിക്കും? ജസ്റ്റ് നമ്മളൊന്ന് മാറൂലേ? യെസ്. ഇവിടെ നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ട് ബോഡി നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു സ്പെഷ്യൽ പൊസിഷനാണത്. അതായത് ബോഡിയുടെ എൻ്റെ എല്ലാ ഭാഗത്തെയും സ്വാധീനിക്കുന്ന ഒരു പൊസിഷനാണ് റുക്കു. ആ റുക്കുവിൽ നിന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, പദം വിശദീകരിക്കാൻ ഇപ്പൊ സമയം പോരാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി ഒരു വട്ടാണോ? 3 അതിന്റെ മിനിമം സ്റ്റൈൽ. അത് ചിലപ്പോൾ 11 എൻ്റെ മേലോട്ടൊക്കെ പോകാം. അപ്പോൾ ആ ഒരു ശാന്തമായ സുബ്ഹാന റബ്ബിയൽ അലീം 3 കുനിഞ്ഞു നിന്ന് ആ ഒരു ചെല്ലൽ എന്ന് പറഞ്ഞാൽ അതൊരു 33ന്റെ പവറിന്റെ മേലെയാണ്. ഇതിനാണ് അഫർമേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെയും കൂടി സ്വാധീനിക്കാൻ പറ്റുന്ന മെത്തഡോളജിയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ആ നിസ്കാരത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ എവിടത്തേക്കാണ് പോകുന്നത്? നമ്മൾ ഏത് ലൈഫിന്റെ എല്ലാ പാർട്ടിന്റെയും കോൺസെൻട്രേഷൻ കൊണ്ടുപോകുന്നത് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അങ്ങനെ കൊണ്ടുവരിക. അതുപോലെ സിമ്പിൾ ആക്ടിവിറ്റീസ് നിറഞ്ഞു നിൽക്കുക. ഇങ്ങനെയാകുമ്പോൾ വലിയ, അപ്പൊ നമ്മളൊരു ഫാമിലി ചെല്ലുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു നല്ലവനാകണമെന്നുണ്ടോ? നിങ്ങളൊരു ടീച്ചറാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ നല്ലവനാകണോ? നിങ്ങളൊരു മാനേജറാണോ? നിങ്ങൾ അവിടെ നിങ്ങളുടെ കീഴിലുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു നല്ലവനാകണോ? നിങ്ങളൊരു എംപ്ലോയി ആണോ? നിങ്ങളുടെ സുപ്പീരിയറിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ഗുഡ് പേഴ്സൺ ആകണോ? ഇവിടെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒന്ന്, നല്ല അഭിവാദനം ഉപയോഗിക്കണം. അഥവാ മുസ്ലിമാണോ, പരസ്പരം മുസ്ലിമീങ്ങളാണോ, നിങ്ങൾ സലാം പറയണം. സലാം എങ്ങനെ പറയണം? ഒരു ബെറ്റർ ലെവൽ പറയണം. ഒരു ഹാപ്പി ട്രാൻസ്ഫോർമേഷൻ നടക്കണം. സന്തോഷം, തഖല്ലുബുൽ ഫറഹ് നടക്കണം. അങ്ങനെ സലാം പറയുന്നുണ്ടെങ്കിലേ സലാം പറയലാകുന്നുള്ളൂ. അപ്പോഴേ സലാം പറയലാകുന്നുള്ളൂ. അതാണ് പഠിപ്പിക്കപ്പെട്ട സലാം. സലാം പഠിപ്പിക്കപ്പെട്ട സലാം എന്തിനാണ്? ഈ വിഷയത്തിനാണ്. അതാണ് വേണ്ടത്. രണ്ടാമത്തത്, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ബസ്തുൽ വജ്ഹ് വേണം. ബസ്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് വേണം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിന് മുമ്പിൽ ഐ കോണ്ടാക്ട് വേണം. ഒന്ന് സന്തോഷത്തോടെ പരസ്പരം നോക്കണം. നിങ്ങൾ കഴിയുന്നില്ല? വെരി സിമ്പിളാണ്, ഏറ്റവും ഇഫക്റ്റീവ്. ഞാനൊരു 5 കാര്യം പറയാം. 1, സലാം പറയുക. 2, ഐ കോണ്ടാക്ട്. 3, പുഞ്ചിരിക്കുക. 1, സലാം പറയുക. 2, ഐ കോണ്ടാക്ട്. 3, പുഞ്ചിരിക്കുക. 4, എന്തൊക്കെയുണ്ട് വിശേഷം, ഉമ്മ അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നു, വിശേഷം ചോദിക്കുന്നു. 5, നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും സ്ട്രോങ് ഏതായിരിക്കും? പറയാം.
ഷെയ്ക്കാൻ. ഏറ്റവും സ്ട്രോങ് ഐ കോണ്ടാക്ട്. ഏറ്റവും സിമ്പിൾ ഏതാ? ഐ കോണ്ടാക്ട് അല്ലേ? ഏറ്റവും സ്ട്രോങ് ഐ കോണ്ടാക്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ലീഡർ ആയിരിക്കും, അട്രാക്റ്റീവ് പേഴ്സൺ ആയിരിക്കും. കുറേ സൗകര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് സന്തോഷം ഉണ്ടാകാൻ കുറേ മെറ്റീരിയൽ ലെവൽ ഫെസിലിറ്റീസ് ഒന്നും വേണ്ട. മെറ്റീരിയൽ ലെവലുള്ള ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഉണ്ടോ, ഈ ഒരു അപ്രോച്ച് ഉണ്ടോ, ഈ ഒരു താലൂക്ക് ഉണ്ടോ, ഷുവർ നിങ്ങൾ വിജയിച്ചിരിക്കും. ഇതാണ് ഇന്ന് ആവശ്യം. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോഴും അതെന്താകും. ഇപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ വലുതാക്കുക എന്ന ഒരു ലക്ഷ്യം, എനിക്ക് കുറേ ആളുടെ മുമ്പിൽ കുറേ ഇതുണ്ട്. ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അധികം വൈകാതെ അതിലെന്ത് സംഭവിക്കണം? നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് സംഭവിക്കണം. അവിടുന്ന് അങ്ങോട്ട് അടുത്ത ഇതിലേക്ക് പോകണം. നമ്മളെ സേവകരാണ് ഒരാണ് ഭക്ഷണം കൊണ്ടുവന്നല്ലേ. ഭക്ഷണമൊക്കെ റെഡിയായോ? അപ്പോൾ പിന്നെ അടുത്ത മുമ്പിൽ അത് എങ്ങോട്ട് പോകണം എന്നറിയോ? ഇപ്പം നിങ്ങൾ ഇപ്പോൾ മറ്റൊരു ലീഡറോട് അല്ലെങ്കിൽ മറ്റൊരു സെക്ടർ അല്ലെങ്കിൽ ഒരു പിന്നെ ഡിവിഷൻ ഇതിലുള്ള പിന്നെ ക്യാബിനറ്റിലോ അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലോ ഉള്ള മറ്റൊരാളോട് ഇതൊക്കെ ചെയ്തിട്ട് അയാൾക്ക് തിരിച്ചു ഇതൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പാനിക് ആകുന്നുണ്ടോ? നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകുന്നുണ്ടോ? യു ഹാവ് സംതിങ് മിസ്റ്റേക്ക്. നിങ്ങൾ ഉടനെ അതിൻ്റെ ഹെയർ പൊസിഷനിലേക്ക് പോകണം. എന്താ ഹെയർ പൊസിഷൻ? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ലില്ലാഹി ഫോർ മീ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഞാൻ മറ്റൊരാളോട് പുഞ്ചിരിക്കുന്നത് എന്തിനാ? എനിക്ക് വേണം. അപ്പൊ പിന്നെ അത് ഞാൻ പുഞ്ചിരിക്കുന്നതോടുകൂടെ കംപ്ലീറ്റഡ് അല്ലേ? ആണ്. അയാൾ ആ സമയത്ത് നവർ മൈൻഡ് ചെയ്യാണ്. ഞാൻ പാനിക് ആകണോ? നോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റും, വളരെ സുരക്ഷിതനായിട്ട്. ഉടനെ അങ്ങോട്ട് മാറണം. അങ്ങനെ മാറിയാൽ ആ മാറുന്ന സമയത്ത് ഖൈറുക്കും എന്ന് പറഞ്ഞ ഖൈറുക്കും ലി അഹ്ലിഹി എന്ന് പറഞ്ഞ ആളാകാൻ പറ്റും. തിരിച്ച് അതിന് നല്ല ഒരു പ്രതികരണം കിട്ടിയാലും ഇനി അതല്ല ഒരു ബാഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം കിട്ടിയാലൊക്കെ നമ്മൾ സേഫ്. സേഫ്. കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിക്ക് എല്ലാ ഭാഗവും ഇന്നസാബത്തുഹു സർറ ശക്കറ ഫകാന ഖൈറൻ. അതുപോലെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ബെറ്റർ സംഗതിയാണ്. ലൈഫിൽ സന്തോഷിക്കാൻ ആവശ്യമായ ബെനിഫിറ്റ്സ്, നേട്ടങ്ങളില്ലാത്ത ആരും കാണൂല. ഞാനൊരിക്കൽ പിന്നെ വയനാട്ടിൽ ഒരു ജുമയ്ക്ക് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ വരികയാണ്. അപ്പോൾ പള്ളിയുടെ അടുത്ത് അങ്ങനെ എത്തിയപ്പോൾ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ ഒരാൾ, എന്നെ അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് എന്നോട് സ്ഥലം പറഞ്ഞു, ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, അയാൾ എന്നോട് ചോദിച്ചു എന്താ ഇവിടെ? അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി വന്ന്. ഞാൻ ചോദിച്ചു എന്താ വിഷയം? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ ഒരാളോട് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നത് അയാൾക്കത് ഇഷ്ടപ്പെടുമെങ്കിലേ ചോദിക്കാവൂ, അല്ലെ ചോദിക്കരുത്. അതൊരു നല്ല സ്വഭാവമല്ല. ഒരാളോട് ഒരു സ്ഥലത്ത് കണ്ടാൽ നിങ്ങളെന്താ ഇവിടെ എന്ന് അയാൾക്ക് അത് ചോദിച്ചാൽ സന്തോഷമായെങ്കിൽ ചോദിക്കാം, എന്തൊക്കെ ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാം, അയാൾക്കത് ഇഷ്ടപ്പെടുമെങ്കിൽ. അല്ലെങ്കിൽ ചോദിക്കരുത്. അത് നല്ല സ്വഭാവമല്ല. അപ്പോൾ അയാൾക്ക് അത് ഞാൻ ചോദിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. കാരണം അയാൾ എന്നോട് ചോദിച്ചിട്ട് അയാൾ അത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്തെങ്കിലും വിശേഷം എന്തോ ഉണ്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ ഇവിടെയുള്ള ഒരു വൈദ്യൻ അയാളെ കാണാൻ വേണ്ടി വന്ന. ഓക്കെ. അപ്പോൾ അയാളിങ്ങനെ എനിക്കിതൊന്നും കാണിച്ചു തന്നു. വണ്ടിയിൽ ഒരുപാട് വളരെ വിലപിടിപ്പുള്ള കുറേ വീട്ടുപകരണങ്ങളൊക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് അയാളെ വീട്ടിൽ കൂടലുണ്ട് മറ്റന്നാൾ ഞായറാഴ്ച, അപ്പോൾ അതിന് കൊണ്ടുവരാണ്.
അയാൾ പറയാണ് പിന്നെ സതെ വാൾ സംഭവ എന്താ അത്, പിന്നെ ഞാനൊരു 2-3 മാസം മുമ്പേ ഇയാളെടുത്ത് എൻ്റെ ഒരു ശ്വാസം മുട്ടിൻ്റെ അസുഖത്തിന് വന്നിരുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സായി? 54. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ശ്വാസം മുട്ടിൻ്റെ അസുഖം വന്നത്? ഒരു 6 മാസം മുമ്പ്. അങ്ങനെ അസുഖം വന്ന് ഞാൻ അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു, ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റൽ പറഞ്ഞു, ഇവിടെയൊക്കെ കാണിച്ചു, ഒരു മാറ്റവും ഇല്ല. ഭയങ്കര കഷ്ടപ്പാട്. ഇരുന്നാൽ വിചാരിക്കും കിടക്കണമെന്ന്, കിടന്നാൽ വിചാരിക്കും ഒന്ന് പിന്നെ എഴുന്നേൽക്കണമെന്ന്. എന്ത് ചെയ്താലും ശ്വാസം മുട്ടൊരു വല്ലാത്ത അസ്വസ്ഥതയാണ്, വന്നാലേ മനസ്സിലാവും. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാളെ കാണിച്ചു, അയാളെ ആ ബന്ധേശ്വർ ഭയങ്കര ആശ്വാസം. പിന്നെ അത് പറ്റ നിന്നു. അപ്പൊ അതിന്റെ ശുക്രാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഇത് മോനെ കൊണ്ട് സ്പെഷ്യലായിട്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരുത്തിച്ചതാണ്. വളരെ വിലപിടിപ്പുള്ള വളരെ നിലവാരമുള്ള സാധനം വിദേശത്തു നിന്ന് കൊണ്ടുവരുത്തിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റന്നാൾ വീട്ടുകൂടലിന്റെ അന്ന് കൊണ്ടുവന്നാൽ അയാൾക്കൊരു കുറച്ചിലാകുമെന്ന് കരുതിയിട്ടാണ് വെള്ളിയാഴ്ച തന്നെ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ആ നിമിഷം ഒന്നിങ്ങനെ ആലോചിച്ചു, 54 വയസ്സായ മനുഷ്യന്, അയാൾക്ക് 53 കൊല്ലവും ഈ പ്രയാസമില്ലാതെ അതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടെ ഈ ആക്ടിവിറ്റി നൽകിയ, ഈ ഒരു കഴിവ് നൽകിയ റബ്ബ് ഇപ്പുറത്തുണ്ട്. അതേ സമയത്ത് ഇയാൾക്കൊരു 6 മാസം ഈ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുത്താണ് അയാൾ മരുന്ന് കുറിച്ചു കൊടുത്തതാണ്. കുറിച്ചു കൊടുത്ത മരുന്നിന് അയാൾക്ക് അന്ന് ഫീസും കൊടുത്തിട്ടില്ലേ? ഫീസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ആളോടുള്ള ശുക്രാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ബോധ്യപ്പെടുന്നതല്ലേ? ഈ ശ്വാസം ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 53 കൊല്ലം അനുഭവിച്ച ആ മനുഷ്യൻ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, അതിൻ്റെ പേരിൽ ആ ഒരു ഹാപ്പിനെസ്, അയാൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് എനിക്കുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അവിടെയാണ് ഹംദിന്റെ പ്രാധാന്യം. അവിടെയാണ് ഹംദിന്റെ പ്രാധാന്യം. മർഹബൻ, നമ്മളെ ലീഡർ എത്തിയില്ലേ? ഹംദാൻ, മർഹബൻ. അപ്പൊ ഹംദിന്റെ പ്രാധാന്യം അവിടെയാണ്. ഹംദ് എങ്ങനെ വേണം? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കുള്ള ഒരു അനുഗ്രഹത്തിന് നമുക്ക് എന്തുണ്ടാകുന്നത്? സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് ഒരു അപകടമൊക്കെ പറ്റി കിടക്കുകയാണ്, അപ്പോൾ ഇതിലും വലിയതൊക്കെ വരാതെ ഒത്തല്ലോ. അത് വ്യാഖ്യാനാണ്. നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ എന്നാ ഓക്കെയാണ്. ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്തും ശ്വാസം ഉഷാറായിട്ട് ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ വയനാട്ടിൽ പോയ ഇയാളെക്കാൾ എന്തായാലും കൂടുതൽ വേണ്ടേ? അല്ലേ? അയാൾ ഇത്രയേ കഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു ശുക്ർ, ആ ഒരു സന്തോഷം നമുക്ക് അപ്പോഴും ഫീൽ ചെയ്താൽ തന്നെ എല്ലാ വിഷമവും മാറും, എല്ലാ വേദനയും അപ്പം മാറും. ഇതാണ് മർഹബ. ഇതൊന്നും നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റിയതല്ല, ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അപ്പൊ വരുത്താനുള്ള പണി എന്താണെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ഇഷ്ടം വെക്കുക എന്ന് പറയുന്നത്, ഒരാളുടെ നമുക്ക് ഇഷ്ടം വരുന്നത്, ഇഷ്ടം വെക്കണം എന്ന് ഞാൻ ഇഷ്ടം വെക്കുന്നല്ല. ഒരാളോട് അയാൾ കാണുമ്പോൾ ഇഷ്ടം വരുന്നത്. ഈ വികാരങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ ഇഷ്ക്, ഇത്തരം സംഗതിയൊന്നും ഉണ്ടാകണ്ടേ? അതിനാണ് ഞാൻ നേരത്തെ ഒരു സംഗതി പറഞ്ഞത്, കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ അതാണ്. കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് പലരോട് ഇഷ്ടം തോന്നുന്നത് നമ്മൾ കാണുന്നില്ലേ? ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ അഡ്രസ് ചെയ്ത് ഒരു സ്പെഷ്യൽ മോഡലാണ്. ഈ സ്പെഷ്യൽ മോഡൽ ആരെ ഇത്തിബായ് ചെയ്തിട്ടാണ്? ഏതോ ഒരാളെ ഇത്തിബായ് ചെയ്തിട്ടാണ്, ഏതോ ഒരാളെ ഫോളോ ചെയ്തിട്ടാണ്. അയാൾ ഒരു ഫുട്ബോളറാണ് മസലൻ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അയാളോടുണ്ടായത് എങ്ങനെയാ? അയാളുടെ ചില മികവുകൾ ഈ ആൾ അതിൽ അവെയറായി, അതിൽ ഇയാൾ ബോധവാനായി എന്നതാണ് അതുണ്ടായ ഒരു അതിൻ്റെ അതാണ്, അതിൻ്റെ ലൈൻ. അതിനൊരു റോഡ് മാപ്പ് ഉണ്ട്, അതുണ്ടായതിന് റോഡ് മാപ്പ് ഉണ്ട്. ആ റോഡ് മാപ്പ് ഏതാണ്? എങ്കിൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സാധനമാണ് ഇഷ്ക്. ഏത് ഇഷ്ക്? ഈ മനുഷ്യൻ, അതായത് ഖുർആൻ അവെയറാക്കാൻ ശ്രമിച്ചൊരു സ്റ്റൈല് നോക്ക് നിങ്ങൾ. ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദി ഖലഖ്. ഭയങ്കര സംഭവമാണത്. ഒരു മനുഷ്യന് പ്രപഞ്ചത്തോട്, പ്രപഞ്ചത്തിലെ ഈ ഇതിനോടൊക്കെ ഇത് തോന്നുന്ന ഒരു വല്ലാതെ ഇഷ്ടവും ഭയങ്കരമായിട്ട്. നിങ്ങൾ നോക്ക്, നമ്മൾ യാത്രയൊക്കെ പോകാറില്ലേ?
അല്ലേ? യാത്ര പോകുന്നു, ഒരു സ്ഥലം കാണാം, നിങ്ങൾ കണ്ട സ്ഥലം ഏതൊന്നും പറയാൻ പറ്റും, നിങ്ങൾ അട്രാക്ട് ചെയ്തത് ഏത് വേണം പറയാം, സങ്കല്പിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സങ്കല്പിച്ചോ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനോട് എന്തോ ഒരു അട്രാക്ഷൻ എന്തായാലും ഉണ്ടായില്ലേ, അല്ലേ? ഉണ്ടായി. എങ്കിൽ ആ സമയത്ത് ഒരു ആഡ് ഓൺ, ആ ആഡ് ഓൺ ആണ് അള്ളാഹു ഇവിടെ കൂട്ടിച്ചത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതായത് മനുഷ്യനെ കുറിച്ച് കണ്ടാൽ തന്നെ ഭയങ്കര കൗതുകമാണ്, ഭയങ്കര അത്ഭുതമാണ്. മനുഷ്യന്റെ ബോഡിയെ കുറിച്ച് പഠിച്ചാൽ ഭയങ്കര സംഭവമാണ് മനുഷ്യന്റെ ബോഡി. ഇനിയിപ്പോ പറഞ്ഞാൽ അങ്ങോട്ട് നീണ്ടു. അപ്പൊ അങ്ങനെ അത്ഭുതം കാണുന്ന ഇതിന്റെ ഓദർ ആരാ? ഓ അള്ളാഹു, സംഭവമായി. പക്ഷെ അവിടെ മനുഷ്യർ ചെറിയൊരു അജ്നബിയത്ത് ഉണ്ടാവും. അതാണ് അള്ളാഹുവിന്റെ ദാത്ത് നേരെ എന്തല്ല ഒരു മനുഷ്യന് തസവ്വുറാക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പൊ ദാത്ത് തസവ്വുറാക്കാൻ പറ്റുന്ന അള്ളാഹുവിലേക്കുള്ള വഴി ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങളെ കുറിച്ച് പിന്നീട് പഠന വിധേയമാക്കി നോക്കിയാൽ ആദം നബിക്ക് അള്ളാഹു കൊടുത്ത വഴിയും മുത്തുനബിതങ്ങളാണ്. എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്ത വഴി അതാണ്. ഇത് അറിഞ്ഞു നോക്കുമ്പോൾ പിന്നെ അങ്ങനെ വികസിക്കുമ്പോൾ ഓരോ സമയത്തും ആ എക്സ്പ്ലോറിങ് അത് നടന്നുകൊണ്ടേയിരിക്കും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന് കോഗ്നിറ്റീവ് ലെവലിലുള്ള നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ ഇതൊരു വഴിയാണ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു, ഇതൊരു വഴിയാണ്. എന്ത് നമുക്ക് ഏതൊരു നിമിഷവും അടുത്തൊരു നിമിഷം, ഇപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ ഈ ഒരു മാറ്റർ എല്ലാവരോടും കണക്ഷനാണ്. പക്ഷെ ഈ കണക്ഷൻ ആകുമ്പോഴേക്ക് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഹയർ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നു. അപ്പൊ നമ്മളെല്ലാവരോടും ഫാമിലിയിൽ എല്ലാവരോടും എല്ലാവർക്കും ഹാപ്പി ആകുന്ന രീതിയിലുള്ള നല്ലൊരു റിലേഷനൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവരുന്നു. ആ സ്ഥാപിച്ചു കൊണ്ടുവരുമ്പോൾ അടുത്ത സ്റ്റെപ്പിലെത്തുമ്പോഴേക്കും നമ്മൾ കയറണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് ഇങ്ങോട്ട് തരുന്ന ശുക്ർ നമുക്ക് ആവശ്യമാകാൻ പാടില്ല. ആവശ്യമായാൽ എന്ത് ചെയ്യും? വേഗം പ്രശ്നമാവും. അതായത് നമുക്ക് നമ്മളൊരു സംഗതി ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് അയാളെ ശുക്ർ നമുക്ക് കിട്ടണമെന്നായാൽ കുടുങ്ങി, നമ്മൾ ആ ശുക്രിന്റെ അടിമയാകും. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. അടുത്ത സ്റ്റെപ്പാണ് ലാനുരീദ് മിൻകും ജസാ ശുക്ർ. ഞാൻ ചെയ്യുന്നതൊക്കെ ലില്ലാഹി. ആ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അതിന്റെ ബെനിഫിറ്റ്സുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ പ്രയാസമല്ല. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടാണ്, ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മാറ്ററാണിത്. ലൈഫ് ലോങ്, ബിഗിനിങ് ടു എൻഡ്, മിനൽ ബിദായത്ത് ഇലൻ നിഹായ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇങ്ങനെ ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളാകണം നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഇഷ്ക് നമ്മുടെ മാറ്ററാണ്, ഇഷ്ക് നമ്മുടെ വിഷയമാണ്, എല്ലാം ഇഷ്കിന്റെ ഭാഗമാണ്. അതായത് സംഘടനാ പ്രവർത്തനം അങ്ങനെ ചെയ്യാം. നിങ്ങൾ എന്തിനാ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? SSFകാരൻ ഒരു സാഹിത്യോത്സവം നടത്തിയാൽ, SSFകാരൻ പ്രൊഫ് സമ്മിറ്റ് നടത്തിയാൽ എന്താ നിങ്ങളുടെ ശരിയായ ഔട്ട്കം? എന്താ? ശരിയായ ഔട്ട്കം ഒരാളുടെ നോളേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് എന്തുണ്ടാക്കേണ്ടതാണ്? അയാളുടെ ലൈഫിനെ കുറിച്ചുള്ള അവെയർ ഉണ്ടാക്കേണ്ടതാണ്. അത് തൽക്കാലം ഒരു അക്കാദമിക് നോളേജ് കൊണ്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ലെവലിലുള്ള പണ്ഡിതന്മാർ, നല്ല വിജ്ഞാനമുള്ള നല്ല തഖ്വയുള്ള ആലിമീങ്ങളെ കാണുന്നു, മിങ്കിൾ ചെയ്യുന്നു, അവരെ കേൾക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു പ്രൊഫഷണൽക്ക് തോന്നുന്നു, പ്രൊഫഷണലായ ഒരു സഹോദരന് തോന്നുന്നു, ഒരു എഞ്ചിനീയർക്ക് തോന്നുന്നു, ഒരു ഡോക്ടർക്ക് തോന്നുന്നു, ഒരു വക്കീലിന് തോന്നുന്നു, ശരിയല്ല, ഇത് മാത്രം മതിയോ? ഇത് വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാ ഇത് ചെയ്ത എന്തിനാ? ജീവിക്കാൻ. അപ്പൊ ഈ ജീവിതം എന്തിനാ? അപ്പൊ ആൾക്ക് തോന്നും സംഗതി ഇത് മാത്രമല്ല കേട്ടോ, ലോകം വേറെയുണ്ട്. കോടതിയും ഇതും മാത്രമല്ല ലോകം, ഈ മറ്റവന്റെ ഇത് കീറലും മുറിക്കലും മാത്രമല്ല ലോകം ഇനിയും ഉണ്ട് എന്ന ബോധ്യം അപ്പോഴേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു SSFകാരന്റെ ഒരു ലക്ഷ്യം എന്താ? ശരിക്കും നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താ? ഒരു മനുഷ്യന് ലൈഫ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. അഥവാ ലൈഫ് എന്താണെന്നുള്ളത്, ലൈഫിന്റെ വൃത്തം പലപ്പോഴും ചെറുതായി, ആർക്ക്? നമ്മൾ കാണുന്ന പ്രൊഫഷണൽസിന് പലപ്പോഴും ചെറുതായി. അപ്പൊ പോരാ, വൃത്തം ഒന്നും കൂടി വലുതാക്കി വരക്ക്. ആ വലുതാക്കി വരച്ചിട്ട് ഒന്ന് അനുഭവിക്കൊന്ന് ഫീൽ ചെയ്യട്ടെ, കാണട്ടെ. അങ്ങനെ കാണുമ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലും അതിനാണല്ലോ. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള
ഒരു സഞ്ചാരം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കലാണ്. തുഅസ്സിറൂഹു വ തുവഖിറൂഹു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതും ആ ഒരു ഇസ്സത്ത് ഉണ്ടാക്കലാണ്, നബിതങ്ങളുള്ള തഅലീം ഉണ്ടാക്കലാണ്. നമ്മളിപ്പോ 1000 സ്വലാത്ത് ചെല്ലുന്നു, ഈ സദസ്സിൽ 1000 സ്വലാത്ത് ചെല്ലുന്നു. ഈ 1000 സ്വലാത്ത് ചെല്ലുന്നതും അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കെത്തിച്ചെന്ന ഈ ദഅവത്തിന്റെ നൂർ, ഈ നൂറ് മറ്റൊരാളിലേക്ക് എത്തിക്കാനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1000 സ്വലാത്തിന്റെ മേലുള്ള സ്വലാത്താണിത്, അതിന്റെ മേലുള്ള സ്വലാത്താണിത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം ഉയർത്തി കാണിക്കലാണ്. മഹത്വം ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ? നബി തങ്ങൾ പഠിപ്പിച്ച ആദർശം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് എത്താനുള്ള വഴിയാണത്. അപ്പൊ നമ്മൾ SSF കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റണം, ഞാൻ നബി തങ്ങളെ ആ വഴിയിൽ സഹായിക്കുന്നു, നബിതങ്ങളുടെ സഹായിയാകുന്നു, നബിതങ്ങളുടെ ഇഷ്ടമിത്രമാകുന്നു, അതിനുള്ള ശ്രമമാണിത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇഷ്ക് തന്നെയാണിത്. ആ ഇഷ്കുകാരന് ഇനി നബിതങ്ങളുടെ മദ്ഹ് ചൊല്ലുമ്പോഴും ഫീൽ ചെയ്യണം, ആസ്വദിക്കാൻ പറ്റണം. ഇപ്പൊ നിസ്കാരം ആസ്വദിച്ചേ നിസ്കരിക്കാവൂ, ആസ്വദിച്ചേ നിസ്കരിക്കാവൂ. അത് നമുക്ക് വേണ്ടി പറഞ്ഞതാട്ടോ, അത് സുദീഖ് റളിയല്ലാഹു അൻഹുവിനും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനും മാത്രം പറഞ്ഞതല്ല, നമുക്കും കൂടി പറഞ്ഞു തന്നെയാണ് ആസ്വദിച്ചത്. കാരണം നമ്മളെ ആവശ്യമാണത്. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും 2 ഫുലാന്മാര് ഈ പിന്നെ ഉലമായിന്റെ ഇൽമും തഖ്വയൊന്നും ഇല്ലാത്ത ഫുലാന്മാര് അവർ 2 കൗതുകമുള്ള വാക്കുകൾ പറയുമ്പോഴേക്ക് പോയി പെട്ടുപോകും. നമ്മളിപ്പോഴേ ചെയ്യേണ്ടതാണ്. SSF കാരനായിരിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കുമ്പോൾ ആസ്വദിച്ചേ നിസ്കരിക്കുക. എന്നോട് ഒരു ദിവസം ഒരു എഞ്ചിനീയറായ ഒരു സുഹൃത്ത് ചോദിച്ചു, ഉസ്താദേ എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു, സമയം തരും? ഞാൻ വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. 3 ദിവസം ലീവിന് വന്നത്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബാഡ് ഫീലിംഗ്. അപ്പം എനിക്ക് ഭയങ്കര പേടി മനസ്സിന്. നല്ല മനുഷ്യനാണ്, നല്ല ചെറുപ്പക്കാരൻ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഈ നിസ്കരിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു, എന്താ പ്രശ്നം? അല്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു ഫാത്തിഹയിൽ ഒരു അക്ഷരം തെറ്റിപ്പോഴാ നിസ്കാരം ബാത്തിലായി പോകും, നരകത്തിലായി പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടെ ഒരു കുടുക്കല്. അപ്പൊ ഞാന് ചോദിച്ചു, നിനക്കറിയില്ലേ എന്താ നിസ്കാരം? ഇസ്രാ മിറാജിന്റെ അന്ന് ഗിഫ്റ്റായിട്ട് പാസ്സായ ഗിഫ്റ്റ് അല്ലേ നിസ്കാരം? നിസ്കാരം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ? നിങ്ങള് രാവിലെ എഴുന്നേറ്റിട്ട് സുബഹി ഒന്നുമില്ല, ഒന്ന് സങ്കല്പിച്ചു നോക്ക്. നിങ്ങള് രാവിലെ ആയിട്ട് സുബഹി ഒന്നുമില്ല, ഒരു മൂടും ഉണ്ടാവില്ലെന്ന്. എഴുന്നേറ്റ ഉടനെ മനുഷ്യന്റെ ലൈഫ് ഇന്നെന്താ? ഇന്നൊന്നുമില്ല, എന്നാ ഒരു മൂടും ഉണ്ടാവില്ലെന്ന്. ഭാഗ്യത്തിന് എല്ലാ ദിവസവും ഞായറാഴ്ചയാകത്ത്. ഒരു ഓഫീസ് ഡ്യൂട്ടിയിലുള്ള ആളെ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ ആണെങ്കിലൊന്നും ആലോചിച്ച് നോക്ക്, അയാള് മടുത്തു മരിച്ചു. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് വേണം? ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് വേണം, ഒരു മുഹിമായ ഒരു സംഗതി വേണം ഒരു മനുഷ്യന്. അത് ഒരു ദിവസത്തിന്റെ ടേണിങ്ങിലൊക്കെ വേണം, നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് മനുഷ്യന് ദിവസം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ആകമാന സൃഷ്ടാവ്, എന്നെ ഒരാവശ്യവും ആ സൃഷ്ടാവിനില്ല. അങ്ങനത്തെ ഒരു സൃഷ്ടാവ് എനിക്ക് തന്നൊരു എന്താ പറയേണ്ടത്, ഒരു ബെറ്റർ ചോയ്സ് ആണിത് നിസ്കരിക്കുക എന്ന് പറയുന്നത്. അതൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റില് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഉമ്മത്തിന് മാത്രം സ്പെഷ്യലായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് ഫാത്തിഹ. ആ ഫാത്തിഹയെ കുറിച്ച് അറിഞ്ഞാൽ അതിലൊരു അക്ഷരം പിന്നെ അശ്രദ്ധ കൊണ്ട് തെറ്റുവരുത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വൃത്തികേടാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഫാത്തിഹയിൽ നല്ല പ്രാധാന്യത്തോടെ നിസ്കരിച്ച് പ്രാധാന്യത്തോടെ ഫാത്തിഹ പോകുമ്പോൾ ഒരു മഖ്റജ്, ഒരു സിഫത്ത് തെറ്റിപ്പോയതിൽ അള്ളാഹ് പിടിച്ച നരകത്തിൽ വലിച്ചെറിയുന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ അർത്ഥം വെക്കുമ്പോഴാണ്, അങ്ങനെ ചിലരൊക്കെ വിവരിക്കുമ്പോഴാണ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. ചിലർക്കൊക്കെ OCD ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ പ്രസംഗിക്കരുത്. ബഷിറു വല തുനഫിറു. ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും, മടുപ്പിക്കരുത്. വല തുനഫിറു. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അല്ലേ? യാഥാർത്ഥ്യം അങ്ങനല്ലേ? ഗിഫ്റ്റ് അല്ലേ നിസ്കാരം? അല്ലേ? ഫാത്തിഹ വളരെ മഹത്വമുള്ളതല്ലേ? അവിടെ ഒരുത്തൻ ശ്രദ്ധയോടെ, നല്ല ശ്രദ്ധയോടെ ഓതിയിട്ട് ഒരു ഹറഫില് എന്തെങ്കിലും ഒരു സംഗതി പിടിച്ച് നരകത്തിലിടുവോ?
ഇടുവോ? അപ്പൊ അങ്ങനെ ഇല്ലാത്ത പറയരുത്. സത്യത്തിൽ ദീന് എന്ന് പറയുന്ന ഒരു യുസ്റാണ്. യുസ്റാണ് എന്ന് മാത്രമല്ല, നമ്മുടെ നീഡാണ് ദീന്. ദീനനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ പറയും ജയിൽ എവിടെയാ? ഈ ഫാഷനാണ് ജയില്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇവിടെ കയറി പാൻസ് കൊടുക്കുന്നില്ലേ? ഇത് വരുന്നതിന്റെ മുമ്പ് ഒരാളോട് അബദ്ധവശാൽ കീറിപ്പോയാൽ അത് ഇടുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് ഇടുന്നത് എങ്ങനെയാ? ഒരു ബ്രെയിൻ വാഷിങ്ങിന്റെ ഭാഗമായിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു ജനറലൈസ് ചെയ്യപ്പെട്ടൊരു ജയിലിൽ ഇയാൾ അകപ്പെടുകയാണ് സത്യത്തിൽ. അല്ലേ? അതാണ് യാഥാർത്ഥ്യം. ഫാഷന് അടിമപ്പെടുന്നതാണ് ജയില്. ഇസ്ലാം എന്താ പറയുന്നത്? എല്ലാവരുടെയും നീഡാണ് ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കുന്നത്. വസ്ത്രത്തിലായാലും ഭക്ഷണത്തിലായാലും ആരാധനയിലായാലും ഒക്കെ നമ്മളൊരു നീഡാണ് ഇതൊക്കെ. ആ നീഡ് നമുക്ക് അനുവദിച്ചു തരുന്നു. ആത്മീയത ഭയങ്കര പ്രയാസമാണ് ചിന്തിക്കുന്നവരുണ്ട്. ആത്മീയത ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണത്. അത് ഇസ്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു തരുന്നു, നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് തുറന്നു തരുന്നു. ഈ തുറന്നു തരുന്ന ഇസ്ലാമിനെ അനുഭവിക്കുക. നമ്മൾ പ്രബോധകരായിട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കണ്ട. നിങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ എന്താ? നിങ്ങളൊരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഏത് കൂട്ടുകാരനോടും പറയാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട വേണമെങ്കിൽ. ആ ഒരു വാക്ക് മതി നിങ്ങളെ ദൈവത്തിന്. കുറേ പ്രസംഗിച്ച് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ആവശ്യമൊന്നും. ഇപ്പൊ ചിലരൊക്കെ പറയും ഈ ലിബറൽ ചിന്താഗതി എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇന്ന് കാണുന്ന ലിബറൽ ചിന്താഗതി എന്ന് പറയുന്നത് രോഗങ്ങളാണ്. അവരെന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിച്ച വകയിലുണ്ടായ രോഗങ്ങളാണ്. ഈ രോഗികളെയൊക്കെ ട്രീറ്റ് ചെയ്യാന്ന്, അതിൻ്റെ പിന്നാലെ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വഷളത്തരാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, ഇസ്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവരെ ഇടയിലൊന്നും നിന്നാൽ മതി, അവർ നമ്മുടെ കൂടെ വരും. അതാണ് വെളിച്ചം, അന്നൂർ. ഇത് എളുപ്പവഴിയാണ്. നമ്മൾ ഉണ്ടാകുന്ന സാധനമാണ് ഇഷ്കും. അതുപോലെ ഈ പറയപ്പെട്ട സ്വഭാവം എന്നൊക്കെ പറയുന്നത്, സബർ എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സബർ. ഇപ്പോൾ ഇപ്പൊ എനിക്കിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ ചെറിയൊരു മുറിവ് പറ്റിയെന്ന് സങ്കല്പിക്കുക. അല്ലെ, എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഈ ഇരുത്തം എനിക്ക് അത്ര കംഫർട്ടല്ല, പക്ഷെ ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയാണ്. അതൊരു സുഖമാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് പടച്ചോനെ ഈറ്റിങ്ങളെ കൂടെ കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു ഞാൻ. വൺ ചോയ്സ്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഇത്രയും ധന്യരായ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കേരള മുസ്ലിം ഭൂമികയിലെ ഏറ്റവും ധന്യരായ ഒരു ടീമാണ് SSF. അവരുടെ കൂടെ, അതും ഒരു ഡിവിഷൻ ലെവലിൽ ഇങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു ധന്യമായ നിമിഷമാണ്. അതുകൊണ്ട് ഈ പെയിൻ നോ പ്രോബ്ലം എന്ന് ചിന്തിക്കുന്നതാണോ ബെറ്റർ, അതെല്ലാം മറ്റു വിഷമത്തോടു കൂടെ ഇരിക്കുന്നതാണോ? ഏതാ സുഖം? അല്ലേ? ഇപ്പൊ സബർ അതല്ലേ? ഇതിനാ സബർ എന്ന് പറയാം. അല്ലാതെ ആ വിഷമം ഇങ്ങനെ അനുഭവിച്ചിട്ട് അതിങ്ങനെ, ഇപ്പൊ വിഷമില്ല എനിക്ക്, അതിനേക്കാളും വലിയൊരു സുഖം ഇപ്പുറത്തുണ്ട്. ഇതിനാ സബർ എന്ന് പറയാം. മറ്റേ ജസാണ്. ജസാകുമ്പോൾ അവസാനം ചിലപ്പോൾ ചൂടാവും, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ദേഷ്യം പിടിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള വേദിയാണ് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും, നമ്മുടെ ഒത്തുചേരലുകളൊക്കെ. അതാണ്. അപ്പം അത് എനിക്കിപ്പോൾ നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ അത്ര വലുതായെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ചെറിയൊരു അപേക്ഷ ഇതാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിക്കണം. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും അമ്നും അമാനും ഉള്ളവനാണ്, എപ്പോഴും സേഫാണ്. മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും എന്താകാൻ കഴിയില്ല. ഒരു സമയവും നമ്മൾ എപ്പോഴും സെക്യൂറാണ്. നമ്മൾ എവിടെയും നമ്മളെ അപകടപ്പെടുത്താൻ, അപായപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ലഹുമുൽ ബുഷ്റ. ആരെ പറ്റിയാ പറഞ്ഞത്? അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹി ദാലിക്കൽ ഫൗസുൽ അളീം. അൽ ബുഷ്റ എന്ന് പറഞ്ഞാൽ ബിശാറത്ത് എന്ന സന്തോഷ പ്രയോഗത്തിലെ
ഏറ്റവും അർത്ഥമുള്ള പ്രയോഗമാണ് അൽ ബുഷ്റ. ഇസ്മു തഫ്ദീൽ മുഅന്നസും കൂടിയാൽ മാന കൂടുകയല്ലേ ചെയ്യുക, അതാണ് ഇവിടെ ഉപയോഗിച്ചത് അൽ ബുഷ്റ. അവിടെ ലഹും എന്ന് ജാർ മജ്റൂർ മുഖദ്ദമായി ഉപയോഗിച്ചാൽ അഹമ്മിയത്ത് എവിടെ കൂടി? മൂമിനീങ്ങൾക്ക് കൂടി. അത് നമ്മൾ മൂമിനീങ്ങളാണ്, മുഅ്മിനാകുമ്പോൾ നമ്മൾ എപ്പോഴും അൽ ബുഷ്റ, അൽഹംദുലില്ലാ 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 തന്നെ പറയണം. അത് മീനിങ് കുറച്ച് പറയരുത്. നമ്മൾ ചില വാചകമൊക്കെ പറയും. ഇപ്പോൾ അടിപൊളിയാന്ന് പറയും. അടിപൊളി എന്നുള്ള വാക്കെന്താ? അടി പൊളിയുക, മോശമാണ്. പക്ഷെ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഉഷാറാന്നല്ല അർത്ഥം. അതെങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറിയതാണ്. നിനക്ക് വെച്ചിട്ടുണ്ട്, നല്ല കോളുണ്ട് നിനക്ക് എന്ന് ഭീഷണിപ്പെടുത്തി പറയുന്നത് നല്ല വാക്കാണ്, പക്ഷെ ഉദ്ദേശിച്ച അർത്ഥം തെറ്റാണ്. ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും പലതും. ഇപ്പൊ അൽഹംദുലില്ലാ ഉപയോഗിക്കുമ്പോഴും നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാ 33 തീരട്ടെ, അങ്ങനെയല്ല എന്ത് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ പറയേണ്ടത് അൽഹംദുലില്ലാ തന്നെയാണ്. ആ സന്തോഷം ഉണ്ടാക്കാനുള്ള ഒരു അഫർമേറ്റീവ് മെത്തേഡാണത്. അഫർമേറ്റീവ് വേർഡ്സ് ആണ് എന്ത്? അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലായിടവും ഹാപ്പി, എല്ലായിടത്തും നമുക്ക് ഹാപ്പിയാണ്, സന്തോഷിക്കാനുള്ളതാണ്. മഹബത്തിന്റെ പാതയാണ് വിശ്വാസിയുടെ. എല്ലായിടത്തും മഹബത്ത്, എല്ലായിടത്തും സ്നേഹം. നമ്മുടെ ലൈഫിന്റെ എല്ലാ ഭാഗങ്ങളും സ്നേഹത്തിന്റെ പേരിൽ ആയിരിക്കണം നമ്മൾ എന്തിനേയും സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തലമറക്കുന്നു, തൊപ്പി, തലപ്പാവ്, ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിന്റെ പേരിൽ ചെയ്യുന്നു. ഞാൻ ഈ ഡ്രസ്സ് ധരിക്കുന്നു, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, ഇത് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തതാണ്. പലപ്പോഴും എൻ്റെ പ്രൊഫഷൻ, പലപ്പോഴും അക്കാദമിക് ഫീൽഡിലും കരിക്കുലം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിന്, അതും 10-15 ഒക്കെ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കാറുണ്ട്. അതിൽ നോൺ മുസ്ലിംസ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, ജെൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം വലിയ ഒരു ടീമിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും എനിക്ക് ഏറ്റവും എൻ്റെ സെലക്റ്റഡ് ഡ്രസ്സിങ് ഇതാണ്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല മറ്റും. ഇത്ര ബെറ്റർ കളർ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇത്ര ബെറ്റർ ചോയ്സ് ഞാൻ വേറെ ഒന്നിലും കണ്ടിട്ടില്ല. ഏറ്റവും ധന്യമാണ്. ഒരു പക്ഷേ ഈ വേഷം ഒരു യൂണിഫോമുമായിട്ട് ധരിക്കുന്ന നമ്മുടെ ഏറ്റവും അറിയപ്പെട്ട വ്യക്തിയാണ് സുൽത്താനുൽ ഉസ്താദ് അവറുകൾ. ആ ഉസ്താദിനെ പോലെ ഒരു സമൂഹം ഇത്രമേൽ അംഗീകരിക്കേണ്ടി വന്ന ഒരു മഹാൻ ആരാളുള്ളത്? അപ്പോൾ ഏറ്റവും ഉന്നതമായ സംഗതിയെ അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനിത് ഇപ്പോൾ ഡ്രസ്സിങ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എൻ്റെ മേൽ. അതിഷ്ടത്തോടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ അതിന് ഒരു ബാഡ് പിക്ചർ നൽകാൻ, ഒരു ബാഡ് പോസ്റ്റ് നൽകാൻ ഈ ആകാശത്തിന് ചുവട്ടിലൊരു കക്ഷിക്ക് സാധ്യമല്ല. ഒരാളുടെ നാവ് ഇതിനെതിരെ പൊങ്ങണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ കുഴപ്പം വരണം, അതല്ലെങ്കിൽ ലഹരി വരണം, അതും അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ വരണം. ഇവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ലൈഫിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ നാം ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ വേഷത്തിൽ, താടി വെക്കുന്നതിൽ, നമ്മൾ ഹാൻഡ് ഡ്രസ് ചെയ്യുന്നതിൽ, ഡ്രസ്സിങ്ങില്, ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട സെലക്ഷനും കൂടി ആകണം. നിർബന്ധിതമായി പടച്ചോനെ ഇപ്പം ഇതില്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഉസ്താദുമാരൊക്കെ കൂടെ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ വരൂലേ, അപ്പൊ അവരൊക്കെ എന്ത് പറയും? അപ്പൊ നമ്മളെ ജില്ലേന്റെ നിരീക്ഷകനായിട്ട് പിന്നെ ഇവരൊക്കെ വരുമ്പോൾ എന്ത് പറയോ? നോ, നമ്മളെ സെലക്ഷൻ, നമ്മളെ ഇഷ്ടപ്പെട്ട സെലക്ഷൻ, അതിനാണ് മഹബത്ത്. അപ്പൊ മഹബത്തിന്റെ വഴികളാണത്. ആ വഴികൾ ഇൻഷാ അല്ലാഹ് നാം ഫോളോ ചെയ്യുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ അതെല്ലാം ഉള്ളവരാട്ടോ ഈ ഇരിക്കുന്ന എല്ലാവരും. അപ്പൊ നിങ്ങളെ കൂടെ ഇരുന്ന് അതൊന്നും കൂടി അതിനെ ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രം. മാഷാ അല്ലാഹ്. ഏതായാലും പേരാമ്പ്ര ഡിവിഷന്റെ ഈ ഒത്തുചേരൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ലീഡേഴ്സും അതുപോലെ പിന്നെ സംഘടിപ്പിച്ചവരും എല്ലാവരും സംഘാടകർ തന്നെയാണല്ലോ. എല്ലാവരുടെയും സജീവ സാന്നിധ്യം വളരെ സന്തോഷം. അൽഹംദുലില്ലാ, വലിയ തൗഫീഖാണിത്. അള്ളാഹു ഇതുപോലെ ആഖിറത്തിൽ നല്ലവരുടെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ ഒരുമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പറ്റുന്ന രീതിയിൽ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. പടച്ചോനെ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഖൈറാത്തുകളൊക്കെ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. പടച്ചോനെ, ലോകത്ത് വിഷമിക്കുന്നവരെയൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ പാവപ്പെട്ടവരെ നീ രക്ഷിക്കണേ റഹ്മാനെ. യഹൂദികളുടെ ഈ ഇസ്രായേലികളുടെ ഈ ആക്രമണത്തെ നീ തകർക്കണേ റഹ്മാനെ. പടച്ചോനെ, അവരുടെ കുതന്ത്രങ്ങളൊക്കെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കളിലും എല്ലാവർക്കും നീ സന്തോഷം തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. സാമ്പത്തിക, ശാരീരിക, മാനസിക അഭിവൃദ്ധി തരണേ അല്ലാ. സഹായിക്കണേ റഹ്മാനെ. കൈയുയരുതേ റഹ്മാനെ. ഞങ്ങൾക്കൊന്നും നീ കൂട്ടാകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.